എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമുക്കിനി 44 ദിവസങ്ങളാണ് നമ്മുടെ പരീക്ഷയുടെ മുന്നിലുള്ളത്. ഇന്നിപ്പം 15-ാം തീയതിയാണ്. 19-ാം തീയതിയാണ് നിങ്ങളുടെ അപേക്ഷ കൊടുക്കേണ്ട അവസാന തീയതി. എല്ലാവരും അപേക്ഷ കൊടുത്തു കാണും എന്ന് കരുതുന്നു. നമുക്ക് ഇന്നത്തെ ക്ലാസ് നയിക്കാൻ നമ്മുടെ ടീച്ചർ വന്നിട്ടുണ്ട്. അതിന് മുന്നായിട്ട് ഒരു കാര്യം നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു. ഇന്നും നാളെയും കൂടി നിങ്ങൾക്ക് ക്ലാസ് കാണും. വ്യാഴം വെള്ളി ദിവസങ്ങളിൽ നിങ്ങൾക്ക് ക്ലാസ് ഉണ്ടാവില്ല. ക്ലാസ് ഉണ്ടാവില്ല. പെസഹ വ്യാഴം ദുഃഖവെള്ളി ആയതുകൊണ്ട്. പിന്നെ ശനി മുതൽ നമ്മൾ ക്ലാസ് കണ്ടിന്യൂ ചെയ്യും. ഞായറാഴ്ചകളിലൊന്നും നമുക്ക് അവധിയില്ല. നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കിട്ടിക്കാണുമെന്ന് കരുതുന്നു അല്ലേ? നിങ്ങൾക്ക് ഇന്നലത്തെ ലൈവ് ക്ലാസ്സിന്റെ റെക്കോർഡഡ് ക്ലാസ് കിട്ടിയിട്ടുണ്ട്. അതുപോലെ സോഫി ടീച്ചർ നിങ്ങൾക്ക് നമ്മുടെ ചോദ്യങ്ങൾ പഠിക്കാനുള്ള 10 ചോദ്യങ്ങൾ എഴുതി തന്നിട്ടുണ്ട്. നിങ്ങളത് പഠിച്ചു കാണുമെന്ന് കരുതുന്നു. പിന്നെ നിങ്ങൾ എഴുതിയിട്ട ചോദ്യങ്ങളിൽ നിന്നും അതിൻ്റെ അകത്ത് സെലക്റ്റീവ് ആയിട്ടുള്ള ചോദ്യങ്ങൾ വെച്ചിട്ട് അൽഫോൻസ ടീച്ചർ നിങ്ങൾക്ക് ഓഡിയോ മെസ്സേജ് ആയിട്ട് അയച്ചു തന്നിട്ടുണ്ട്. അത് നിങ്ങളൊരു 10 തവണ കേട്ട് കാണും എന്ന് കരുതുന്നു. വീണ്ടും നമ്മൾ പറഞ്ഞ നമ്മളുടെ ജീന ടീച്ചർ ക്ലാസ് എടുക്കാൻ വേണ്ടി കൃത്യം 8:30 മുന്നേ ജോയിൻ ചെയ്തിട്ടുണ്ട്. അതും നമ്മൾ പറഞ്ഞ കാര്യങ്ങളിൽ തന്നെ പെടുന്നതാണ്. നമ്മൾ പറയുന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് തരുന്നുണ്ട്. ഇത് നിങ്ങളുടെ ഭാഗമാണ്, നിങ്ങൾ ചെയ്യേണ്ടത്. നന്നായി പഠിക്കുക. 82 പേര് മാത്രമാണ് കയറിയിരിക്കുന്നത്. അതിനകത്ത് ഞാനും ജീന ടീച്ചറും ഒഴിച്ചാൽ ബാക്കി 82 പേര് മാത്രമാണ് ഉള്ളത്. 121 ആളുകളാണ് നമുക്കിപ്പോൾ മൊത്തം ഉള്ളത്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും കൃത്യമായി ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക. അപ്പൊ ടീച്ചറെ, നമുക്ക് തുടങ്ങിയാലോ? ജീന ടീച്ചറെ. ഹലോ സാർ. തുടങ്ങാം. ഓക്കെ സാർ. ഗുഡ് ഓക്കെ. ഗുഡ് ഈവനിങ്. വിദ്യാവീതിയുടെ കേറ്റഡ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിന് നമ്മുടെ മനഃശാസ്ത്രത്തെ കുറിച്ചും അതിന്റെ മനഃശാസ്ത്ര ചിന്താധാരകളെ കുറിച്ചുമാണ് പഠിച്ചത്. അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിന് പഠിച്ചതിൽ എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടോ ആർക്കെങ്കിലും? ഓക്കെ, താങ്ക് യു. അപ്പോ നിങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിന് പഠിച്ചത് തന്നെ പഠിച്ച പോർഷൻസ് വീണ്ടും ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യുക. നന്നായിട്ട് പഠിക്കുമ്പോഴേ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ വരൂ, അത് നമുക്ക് ക്ലിയർ ചെയ്യാം. നിങ്ങൾക്ക് പിന്നെ സാറിനോട് ചോദിക്കുക. സാർ എനിക്ക് നിങ്ങളുടെ മെസ്സേജ് ഫോർവേഡ് ചെയ്യും. അപ്പൊ നമുക്ക് ഇന്ന് പഠിക്കാൻ പോകുന്നത് കഴിഞ്ഞ ക്ലാസ്സിന്റെ ബാക്കി ഭാഗമാണ്. നമുക്ക് നോക്കാം. സ്ലൈഡ് കാണാൻ പറ്റണുണ്ടോ? ഓക്കെ. ഇപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മനഃശാസ്ത്രത്തെ കുറിച്ചും പിന്നെ മനഃശാസ്ത്രത്തിന്റെ പിതാവ് ആരാണ്, പിന്നെ മനഃശാസ്ത്ര നിഗമനങ്ങളെ കുറിച്ചും പിന്നെ കുറച്ച് നിർവചനങ്ങളെ കുറിച്ചും അതുപോലെ തന്നെ ശാഖയെ കുറിച്ചും പിന്നെ അത് കഴിഞ്ഞിട്ട് വിദ്യാഭ്യാസ മനഃശാസ്ത്രം എന്താണെന്നും അത് കഴിഞ്ഞ് മനഃശാസ്ത്ര സമീപനങ്ങൾ, നമ്മുടെ 7 മനഃശാസ്ത്ര സമീപനങ്ങളാണ് കഴിഞ്ഞ ക്ലാസ്സിന് പഠിച്ചത്. അപ്പൊ ഇതിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം, ഒന്ന് നോക്കുക. മനഃശാസ്ത്രം ബോധനത്തിന്റെ ശാസ്ത്രമെന്ന് അഭിപ്രായപ്പെട്ടത് ആര്? മനഃശാസ്ത്രം ബോധനത്തിന്റെ ശാസ്ത്രമെന്ന് അഭിപ്രായപ്പെട്ടത് ആരാണ്? വില്യം. എല്ലാവർക്കും അറിയാം, കഴിഞ്ഞ ക്ലാസ്സിന് പഠിച്ചതാണ്. ഓക്കെ. അടുത്ത്, ഇന്ത്യയുടെ ഭാവി നിർണയിക്കപ്പെടുന്നത് ക്ലാസ് മുറികളിലാണ്. ആരുടെ വാക്കുകളാണ്? ഇന്ത്യയുടെ ഭാവി നിർണയിക്കപ്പെടുന്നത് ക്ലാസ് മുറികളിലാണ്. ആരുടെ വാക്കുകളാണ്? ഡോക്ടർ DS കോത്താരിയുടെ വാക്കുകളാണ് ഈ ഇന്ത്യയുടെ ഭാവി നിർണയിക്കപ്പെടുന്നത് ക്ലാസ് മുറികളിലാണ് എന്ന് പറഞ്ഞത്. അടുത്ത്, കേരളത്തിൽ നിലവിലുള്ള സ്കൂൾ പാഠ്യപദ്ധതിയെ ഏറ്റവും ഏറെ സ്വാധീനിച്ച മനഃശാസ്ത്രജ്ഞൻ ആരാണ്? വൈഗോസ്കിയുടെ വാദത്തെ എന്ത് പേരിലാണ് അറിയപ്പെടുന്നത്? അല്ലെങ്കിൽ വൈഗോസ്കിയുടെ തത്വത്തെ? വെരി ഗുഡ്, സാമൂഹ്യ ജ്ഞാന നിർമ്മിതി വാദം. ഇന്ന് നിങ്ങളുടെ സ്കൂളിൽ കുട്ടികളെ പഠിപ്പിക്കുന്നത് സാമൂഹ്യ ജ്ഞാന നിർമ്മിതി വാദത്തെ അടിസ്ഥാനമാക്കി തയ്യാറാക്കിയ പാഠ്യപദ്ധതിയാണ് നിങ്ങൾ കുട്ടികൾക്ക് സ്കൂളിൽ പഠിപ്പിക്കുന്നത്. അപ്പൊ അത് പിന്നെ സാമൂഹ്യ ജ്ഞാന നിർമ്മിതി വാദം രൂപീകരിച്ചത് വൈഗോസ്കി ആണ്.
അടുത്ത്, ഇന്ത്യയിലെ ആധുനിക പാശ്ചാത്യ വിദ്യാഭ്യാസത്തിന്റെ പിതാവ് എന്ന പേരിൽ അറിയപ്പെടുന്ന ഗവർണർ ജനറൽ ആണ് വില്യം ബെന്റിക് പ്രഭു. ഇന്ത്യയിലെ ആധുനിക പാശ്ചാത്യ വിദ്യാഭ്യാസത്തിന്റെ പിതാവ് എന്ന പേരിൽ അറിയപ്പെടുന്ന ഗവർണർ ജനറൽ വില്യം ബെന്റിക് പ്രഭു. അടുത്ത്, ജ്ഞാന നിർമ്മിതിവാദത്തിന്റെ ഉപജ്ഞാതാവ് ആരാണ്? ജീൻ പിയാഷെ. വേറൊരാളൂടെ ഉണ്ടല്ലോ, ജീൻ പിയാഷെയും. വെരി ഗുഡ്, ജെറോമസ് ബ്രൂണർ. നോക്കിയിട്ട് ജ്ഞാന നിർമ്മിതിവാദത്തിന്റെ ഉപജ്ഞാതാവ് ആരെന്ന് ചോദിച്ചാൽ ജീൻ പിയാഷെ എന്ന് മാത്രം കിടക്കുകയാണെങ്കിൽ അത് കൊടുക്കുക. ജീൻ പിയാഷെയിലെ ബ്രൂണർ ആണെങ്കിൽ ബ്രൂണറിനെ എന്ത് ചെയ്യുക, കറക്റ്റ് ടിക്ക് ചെയ്യുക. അപ്പൊ അതനുസരിച്ചാണ് ഇപ്പൊ ജ്ഞാന നിർമ്മിതിവാദം രണ്ടുപേരാണ്, ജീൻ പിയാഷെയും ബ്രൂണറും ആണ്. നിങ്ങളുടെ ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെങ്കിൽ ഓപ്ഷൻ അനുസരിച്ച് നിങ്ങൾ ആൻസർ സെലക്ട് ചെയ്യുക. അടുത്ത, ശിശു മനഃശാസ്ത്രത്തിന്റെ പിതാവ് എന്ന പേരിൽ അറിയപ്പെടുന്നത് ആരെയാണ്? ജീൻ പിയാഷെ. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിന് പറഞ്ഞു തന്നു, ശിശു മനഃശാസ്ത്രത്തിന്റെ പിതാവ് എന്ന പേരിൽ അറിയപ്പെടുന്നത് ജീൻ പിയാഷെയാണ്. മനഃശാസ്ത്രത്തിന്റെ കേവല മനഃശാസ്ത്രം എന്ന ശാഖയിലാണ് ശിശു മനഃശാസ്ത്രം വരുന്നത്. 20-ാം നൂറ്റാണ്ടിലെ മനഃശാസ്ത്രത്തിന്റെ പിതാവ് എന്ന പേരിൽ അറിയപ്പെടുന്നത് സിഗ്മണ്ട് ഫ്രോയിഡ്. ഫ്രോയിഡിനെയാണ്. സിഗ്മണ്ട് ഫ്രോയിഡിനെ ഇതും കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു തന്നതാണ്. അടുത്ത, പഠനം എന്നത് ചോദക പ്രതികരണങ്ങൾ തമ്മിലുള്ള അനുബന്ധമാണെന്ന് വാദിക്കുന്ന വാദം. ഞാൻ ഇന്നലെ പറഞ്ഞു, എസ് ആർ എന്ന് കേട്ടാൽ നിങ്ങൾ ആദ്യം ഓർക്കേണ്ട എന്താണ്? എസ് ആർ എന്ന് കേട്ടാൽ എന്താണ്? വ്യവഹാരവാദം. സ്റ്റിമുലസ് റെസ്പോൺസ് അല്ലെങ്കിൽ ചോദക പ്രതികരണം എന്ന് പറയുമ്പോഴേ നിങ്ങൾക്ക് നിങ്ങളുടെ മൈൻഡിൽ പെട്ടെന്ന് എത്തേണ്ടത് വ്യവഹാരവാദം അല്ലെങ്കിൽ ബിഹേവിയറിസം ആണ്. അടുത്തത്, അധ്യാപകനാണ് യഥാർത്ഥ ചരിത്ര നിർമ്മിതാവ് എന്ന് പറഞ്ഞത് ആര്? അധ്യാപകനാണ് യഥാർത്ഥ ചരിത്ര നിർമ്മിതാവ് എന്ന് പറഞ്ഞത് H.G. വെൽസ്. H.G. വെൽസ് ആണ് അധ്യാപകനാണ് യഥാർത്ഥ ചരിത്ര നിർമ്മിതാവ് എന്ന് പറഞ്ഞത്. അടുത്ത ക്വസ്റ്റ്യൻ ആണ്, വരൂ നമുക്ക് കുട്ടികൾക്ക് വേണ്ടി ജീവിക്കാം എന്ന് പറഞ്ഞത് ആര്? വരൂ നമുക്ക് കുട്ടികൾക്ക്, ഫ്രോബലാണ് പറഞ്ഞത് വരൂ നമുക്ക് കുട്ടികൾക്ക് വേണ്ടി ജീവിക്കാം. അടുത്ത, ആദ്യമായി നിങ്ങൾ കുട്ടികളെ അടുത്തറിയാൻ ശ്രമിക്കുക എന്ന് പറഞ്ഞത് ആര്? ആദ്യമായി ഇപ്പൊ ഒരു ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് അല്ലെങ്കിൽ കുട്ടികളെ പഠിപ്പിക്കുന്നതിന് മുമ്പ് കുട്ടികളെ അടുത്തറിയാൻ ശ്രമിക്കുക അല്ലെങ്കിൽ ചൈൽഡ് സെന്റേർഡ് എഡ്യൂക്കേഷന് പ്രാധാന്യം നൽകിയത് ആരാണ്? ശിശു കേന്ദ്രീകൃത വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം നൽകിയത് റൂസോ ആണ് ആദ്യമായി നിങ്ങൾ കുട്ടികളെ അടുത്തറിയാൻ ശ്രമിക്കുക എന്ന് പറഞ്ഞത്. അടുത്ത, മനോവികാസത്തിൽ നിന്നാണ് ഭാഷ ഉണ്ടാകുന്നത് എന്ന് പറഞ്ഞത് ആര്? മനോവികാസത്തിൽ നിന്നാണ് ഭാഷ ഉണ്ടാകുന്നത് പറഞ്ഞത് ജീൻ പിയാഷെ. മനുഷ്യൻ ഒരു സാമൂഹ്യ ജീവിയാണെന്ന് പറഞ്ഞത് ഇത് എല്ലാവർക്കും അറിയാന്നുള്ളതാണ്. മനുഷ്യൻ ഒരു സാമൂഹ്യ ജീവിയാണെന്ന് പറഞ്ഞത് ആരാണ്? അരിസ്റ്റോട്ടിലാണ് പറഞ്ഞത്. അടുത്തിനി നമുക്ക് പുതിയൊരു ടേമിനെ കുറിച്ചാണ് പഠിക്കേണ്ടത്. ഇത് പഠിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും ക്വസ്റ്റ്യൻസ് തയ്യാറാക്കി. ഇതാണ് പ്രധാനം. എന്താണ് എപ്പിസ്റ്റമോളജി? അറിവിനെ കുറിച്ചുള്ള പഠനത്തെയാണ് എന്ത് പറയുന്നത്? എപ്പിസ്റ്റമോളജി എന്ന് പറയുന്നത്. അപ്പോൾ തെറ്റിക്കല്ലേ, സ്റ്റഡി ഓഫ് നോളജ്, അറിവിനെ കുറിച്ചുള്ള പഠനത്തെയാണ് എപ്പിസ്റ്റമോളജി എന്ന് പറയുന്നത്. അറിവിനെ കുറിച്ചുള്ള പഠനത്തെയാണ് എന്ത് പറയുന്നത്? എപ്പിസ്റ്റമോളജി എന്ന് പറയുന്നത്. ദെൻ ആക്സിയോളജി. എന്താണ് ആക്സിയോളജി? മൂല്യങ്ങളെ കുറിച്ചുള്ള പഠനത്തെ, വാല്യൂസിനെ, സ്റ്റഡി ഓഫ് വാല്യൂസ്, മൂല്യങ്ങളെ കുറിച്ചുള്ള പഠനത്തെയാണ് ആക്സിയോളജി എന്ന് പറയുന്നത്. അപ്പം എന്താണ് എപ്പിസ്റ്റമോളജി? അറിവിനെ കുറിച്ചുള്ള പഠനം. ആക്സിയോളജി എന്ന് പറഞ്ഞാല് മൂല്യങ്ങളെ കുറിച്ചുള്ള പഠനത്തെ ആക്സിയോളജി എന്ന് പറയുന്നത്. അടുത്ത്, മെറ്റാഫിസിക്സ് എന്ന് വെച്ചാൽ യാഥാർത്ഥ്യങ്ങളെ കുറിച്ചുള്ള പഠനം അല്ലെങ്കിൽ സ്റ്റഡി ഓഫ് റിയാലിറ്റിയെ കുറിച്ചുള്ള പഠനത്തെ അല്ലെങ്കിൽ യാഥാർത്ഥ്യങ്ങളെ കുറിച്ചുള്ള പഠനത്തെയാണ് മെറ്റാഫിസിക്സ് എന്ന് പറയുന്നത്. അപ്പൊ ഈ 3 ടേം നിങ്ങൾ ഓർത്തു വച്ചിരിക്കുക. എപ്പിസ്റ്റമോളജി എന്ന് പറഞ്ഞാൽ അറിവിനെ കുറിച്ചുള്ള പഠനം, ആക്സിയോളജി മൂല്യങ്ങളെ കുറിച്ചുള്ളത്, മെറ്റാഫിസിക്സ് യാഥാർത്ഥ്യങ്ങളെ കുറിച്ചുള്ള പഠനത്തെയാണ് മെറ്റാഫിസിക്സ് എന്ന് പറയുന്നത്. ഇനി പഠനവുമായി ബന്ധപ്പെട്ട് കുട്ടിയിൽ ഉണ്ടാകുന്ന ഭയത്തെ എന്താണ് പറയുന്നത്? അല്ലെങ്കിൽ ഫിയർ ഓഫ് നോളജ് അല്ലെങ്കിൽ ഫിയർ ഓഫ് ലേണിങ്ങിനെ പറയുന്നതാണ് സോഫോഫോബിയ. എന്താണ്
സോഫോഫോബിയ. അപ്പൊ പഠനവുമായി ബന്ധപ്പെട്ട് കുട്ടിയിൽ ഉണ്ടാകുന്ന ഭയത്തെ, ഓർ ഫിയർ ഓഫ് നോളജ് ഓർ ഫിയർ ഓഫ് ലേണിംഗ്, പഠനവുമായി പഠിക്കാനുള്ള പേടി അല്ലെങ്കിൽ അറിവ് സമ്പാദിക്കാനുള്ള പേടിയെ പറയുന്ന പേരാണ് സോബോഫോബിയ. സോബോഫോബിയ. അപ്പൊ എപ്പിസ്റ്റമോളജി അറിവിനെ കുറിച്ചുള്ള പഠനം, ആക്സിയോളജി മൂല്യങ്ങളെ കുറിച്ചുള്ള പഠനം, മെറ്റാഫിസിക്സ് യാഥാർത്ഥ്യങ്ങളെ കുറിച്ചുള്ള പഠനം, അതുപോലെ പഠനവുമായി ബന്ധപ്പെട്ട് കുട്ടിയിൽ ഉണ്ടാകുന്ന ഭയത്തെ പറയുന്നതാണ് സോഫോഫോബിയ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ടോപ്പിക്കിലോട്ട് പോകാം. ലേണിംഗ് ഡിസബിലിറ്റി, പഠന വൈകല്യങ്ങൾ. അടുത്ത ഒരു പുതിയ ടോപ്പിക്കാണ്, നിങ്ങൾക്ക് സിലബസിലുള്ളതാണ് പഠന വൈകല്യങ്ങൾ. എന്താണ് പഠന വൈകല്യങ്ങൾ അല്ലെങ്കിൽ ലേണിംഗ് ഡിസബിലിറ്റി എന്ന് നോക്കാം. പഠന വൈകല്യങ്ങൾ അല്ലെങ്കിൽ ലേണിംഗ് ഡിസബിലിറ്റി, പഠനത്തിലുള്ള പ്രയാസങ്ങളെ അല്ലെങ്കിൽ ബുദ്ധിമുട്ടുകളെ, നമ്മൾ പഠിക്കുന്ന കാലഘട്ടങ്ങളിൽ നമ്മൾക്കുണ്ടാകുന്ന അല്ലെങ്കിൽ കുട്ടികൾക്കുണ്ടാകുന്ന എന്തെങ്കിലും പ്രയാസങ്ങളെയോ അല്ലെങ്കിൽ ബുദ്ധിമുട്ടുകളെയോ ആണ് പഠന വൈകല്യങ്ങൾ എന്ന് പറയുന്നത്. അപ്പം പഠനത്തിലുണ്ടാകുന്ന പ്രയാസങ്ങളെയോ അല്ലെങ്കിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളെയാണ് പഠന വൈകല്യങ്ങൾ എന്ന് പറയുന്നത്. നമുക്കറിയാം ലേണിങ്ങിൽ ഈ വാക്കിൽ തന്നെ ഉണ്ട് പഠന വൈകല്യങ്ങൾ. പഠിക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന വൈകല്യങ്ങൾ അല്ലെങ്കിൽ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ പ്രയാസങ്ങൾ അല്ലെങ്കിൽ ബുദ്ധിമുട്ടുകളെയാണ് പഠന വൈകല്യങ്ങൾ എന്ന് പറയുന്നത്. പ്രധാനമായിട്ട് 5 തരത്തിലുള്ള പഠന വൈകല്യങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത്. പ്രധാനമായിട്ട് 5 തരത്തിലുള്ള പഠന വൈകല്യങ്ങളാണ് പഠിക്കാനുള്ളത്. ഒന്നാമത്തത് ഡിസ്ലെക്സിയ. ലെക്സിയ, നിങ്ങൾ ലെക്സി പേന കേട്ടിട്ടുണ്ട് അല്ലെ? പേന എന്തിനാണ് ഉപയോഗിക്കുന്നത്? എഴുതാൻ. അപ്പൊ എഴുതുന്നതിന്റെ ഓപ്പോസിറ്റ് എന്ന് പറഞ്ഞ വായന, റീഡിങ്, അങ്ങനെ ഓർത്തിരിക്കുക. ഡിസ്ലെക്സിയ എന്ന് പറഞ്ഞാൽ തെറ്റിക്കല്, വായിക്കുവാനുള്ള ബുദ്ധിമുട്ട്, എന്തെങ്കിലും വാക്കുകളോ അക്ഷരങ്ങളോ പദങ്ങളോ വായിക്കുവാൻ ഒരു കുട്ടിക്ക് ഉണ്ടാകുന്ന പ്രയാസം അല്ലെങ്കിൽ ബുദ്ധിമുട്ടിനെയാണ് ഡിസ്ലെക്സിയ എന്ന് പറയുന്നത്. അപ്പൊ ഈ വായിക്കുമ്പോഴും ഉച്ചരിക്കുമ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. പിന്നെ അക്ഷരങ്ങളെ തലതിരിച്ച് വായിക്കുന്നു. കറക്റ്റ് അക്ഷരത്തിന് എന്ത് ചെയ്യുക? തലതിരിച്ച്. ഇതാ ഈ കൊടുത്തിരിക്കുന്ന നായ ഥ എന്ന് വായിക്കുന്നു, ബായ ദ എന്നൊക്കെ, അങ്ങനത്തെ പ്രയാസങ്ങൾ ഉണ്ടാകുക. എന്ത് ഈ വായിക്കുമ്പം ഉണ്ടാകുന്ന ബുദ്ധിമുട്ടിനെ അല്ലെങ്കിൽ പ്രയാസത്തെയാണ് ഡിസ്ലെക്സിയ എന്ന് പറയുന്നത്. ഇത് വളരെ ഈസിയാണ്. വായിക്കുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടിനെ അല്ലെങ്കിൽ പ്രയാസത്തെയാണ് ഡിസ്ലെക്സിയ എന്ന്. ഡിഫിക്കൽട്ടി ഇൻ റീഡിങ്, അക്ഷരങ്ങളെ തലതിരിച്ച് വായിക്കുക, പിന്നെ വായിക്കുമ്പം കുറച്ച് ബുദ്ധിമുട്ട് അനുഭവപ്പെടുക, പിന്നെ അക്ഷരങ്ങളെ ക്ലിയർ ആയിട്ട് വായിക്കാൻ പറ്റാത്ത അവസ്ഥ, ഇതിനെയെല്ലാം നമ്മൾ എന്താണ്? ഡിസ്ലെക്സിയ എന്നാണ് പറയുന്നത്. അടുത്തത് ഡിസ്ഗ്രാഫിയ, റൈറ്റിംഗ് ഡിസബിലിറ്റി, എഴുതുന്നതിനുള്ള ബുദ്ധിമുട്ട്, അല്ലെങ്കിൽ അതിനെ പറയുന്നതാണ് ആലേഖന വൈകല്യം. എഴുതുന്നതിനുള്ള ബുദ്ധിമുട്ട്, ഡിസ്ഗ്രാഫിയ, റൈറ്റിംഗ് ഡിസബിലിറ്റി എന്ന് വെച്ചാല് നമുക്ക് എഴുതുമ്പം കൈയക്ഷരം വളരെ മോശമാവുന്നത്, അക്ഷരത്തെറ്റുകൾ വരുന്നത്. ഇപ്പൊ ചില അക്ഷരങ്ങൾ കുട്ടികൾക്ക് എത്ര പിന്നെ നോക്കി, ഇപ്പൊ ഇക്ഷ, ഇത്ര, ഇജ്ഞ, അതൊക്കെ ചില കുട്ടികൾക്ക് എത്ര ശ്രമിച്ചാലും എഴുതാൻ പറ്റൂല. പിന്നെ ചില ഈ പ്രിന്റിങ് ആയാലും ചിലവരുടെ ഹാൻഡ് റൈറ്റിംഗ് ആയാലും ഒരിക്കലും അതുപോലെ നോക്കി എഴുതാനും പറ്റുന്നില്ല. അത്തരത്തിലുള്ള പിന്നെ പ്രയാസത്തെ അല്ലെങ്കിൽ ബുദ്ധിമുട്ടിനെയാണ് ഡിസ്ഗ്രാഫിയ അല്ലെങ്കിൽ എന്താണ് എഴുതുന്നതിനുള്ള വൈകല്യം അല്ലെങ്കിൽ ആലേഖന വൈകല്യം എന്നാണ് അതിനെ പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ള കുട്ടികളുടെ കൈയക്ഷരം വളരെ മോശമായിരിക്കും. പിന്നെ അവര് അക്ഷരത്തെറ്റുകൾ, അങ്ങനെയുള്ള കുട്ടികളെ നമുക്ക് കണ്ടെത്തുന്നത് ഇങ്ങനെയാണ്. അക്ഷരത്തെറ്റുകൾ കാണും. പിന്നെ അക്ഷരങ്ങളുടെ രൂപങ്ങൾ, കുട്ടികളെ ചില അക്ഷരങ്ങൾ ഒരിക്കലും അവർക്ക് എഴുതാൻ പറ്റില്ല. പിന്നെ കേൾവി തകരാറുള്ള കുട്ടികൾക്കാണ് ഏറ്റവും കൂടുതൽ ഡിസ്ഗ്രാഫിയ ഉള്ളത്. അപ്പം കേൾക്കാൻ പ്രയാസമുള്ള, ഇത് കുറെ വർഷത്തിന് മുമ്പ് ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആണ്. ഡിസ്ഗ്രാഫിയ ഏറ്റവും കൂടുതൽ ഉള്ളത് കേൾവി തകരാറ്. കാരണം അവർക്ക് കറക്റ്റായിട്ട് മറ്റുള്ളവർ പറയുന്നത് എന്താണ് കേൾക്കാൻ പറ്റൂല. അപ്പൊ അവര് എഴുതുന്നതിനും അവർക്ക് എന്താണ് പ്രയാസങ്ങൾ ഉണ്ടാകുന്നു. അപ്പൊ കേൾവി തകരാറുള്ള കുട്ടികൾക്കാണ് ഏറ്റവും കൂടുതൽ ഡിസ്ഗ്രാഫിയ ഉണ്ടാകുന്നത്. അപ്പം ഫസ്റ്റ് പഠിച്ച ലേണിംഗ് ഡിസബിലിറ്റി അല്ലെങ്കിൽ പഠന വൈകല്യമാണ് ഡിസ്ലെക്സിയ.
വായിക്കുവാനുള്ള ബുദ്ധിമുട്ടിനെയാണ് ഡിസ്ലെക്സിയ എന്ന് പറയുന്നത്. ഡിസ്ഗ്രാഫിയ എന്ന് പറയുന്നത് എഴുതുന്നതിനുള്ള ബുദ്ധിമുട്ട് അല്ലെങ്കിൽ ആലേഖന വൈകല്യം ആണ്. അപ്പം അതില് എന്തൊക്കെ ആലേഖന വൈകല്യം അല്ലെങ്കിൽ ഡിസ്ഗ്രാഫിയ ഉള്ള കുട്ടികളുടെ പ്രത്യേകതകൾ, അവരുടെ കൈയക്ഷരം വളരെ മോശമായിരിക്കും, അക്ഷര തെറ്റുകൾ വരുത്തും, പിന്നെ കറക്റ്റായിട്ട് ചില വാക്കുകൾ എഴുതാൻ അവർക്ക് കഴിയില്ല, പിന്നെ ഈ പ്രിന്റ് നോട്ടോ അല്ലെങ്കിൽ ആരെങ്കിലും എഴുതിയതായിട്ടുള്ള നോട്ടോ അതിനെ പകർത്തി എഴുതാൻ പോലും അവർക്ക് പറ്റില്ല. പിന്നെ കേൾവി തകരാറുള്ള കുട്ടികൾക്കാണ് ഏറ്റവും കൂടുതൽ ഡിസ്ഗ്രാഫിയ ഉള്ളത്. കേൾവി തകരാറുള്ള കുട്ടികൾക്കാണ് ഈ ഒരു പോയിന്റ് നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചിരിക്കുക. കേൾവി തകരാറുള്ള കുട്ടികൾക്കാണ് ഏറ്റവും കൂടുതൽ ഡിസ്ഗ്രാഫിയ ഉള്ളത്. അടുത്ത ലേണിംഗ് ഡിസബിലിറ്റി ആണ് ഡിസ്കാൽക്കുലിയ. കാൽക്കുലിയ എന്ന വാക്ക് കേൾക്കുമ്പോഴേ നിങ്ങൾ ഓർത്തിരിക്കുക മാത്തമെറ്റിക്കൽ ആയിട്ടുള്ള ഗണിതപരമായിട്ടുള്ള വൈകല്യം അല്ലെങ്കിൽ മാത്തമെറ്റിക്കൽ ഡിസബിലിറ്റി എന്നാണ് ഇതിനെ പറയുന്നത്. ഡിസ്കാൽക്കുലിയ ഇത് വളരെ ഈസിയാണ്, നിങ്ങൾക്കറിയാം. കാൽക്കുലിയ എന്ന് കേൾക്കുമ്പോഴേ നിങ്ങൾ ഓർത്തുകൊള്ളണം, മാത്സ് പരമായിട്ട് അല്ലെങ്കിൽ ഗണിതപരമായിട്ട് എന്തൊക്കെ കാര്യങ്ങളുണ്ടോ അത് ചെയ്യാനുള്ള ബുദ്ധിമുട്ട് അല്ലെങ്കിൽ അത് പിന്നെ ഗണിതപരമായുള്ള വാക്കുകളും പദങ്ങളും അതൊക്കെ ഉപയോഗിക്കാനുള്ള ബുദ്ധിമുട്ടിനെയാണ് ഗണിതപരമായ വൈകല്യം അല്ലെങ്കിൽ ഡിസ്കാൽക്കുലിയ എന്ന് പറയുന്നത്. നമ്പേഴ്സ്, നമ്മുടെ നമ്പറുകൾ, അതുപോലെ ഓപ്പറേഷൻസ് എന്ന് വെച്ചാൽ കൂട്ടാൻ, കുറയ്ക്കാനും, ഹരിക്കാനും, ഗുണിക്കാനും ഉള്ള പാട്. പിന്നെ ഡിജിറ്റ്സ് 1 പദം 2 പദം 3 പദം ആ പദങ്ങളെ വേർതിരിക്കാനുള്ള ബുദ്ധിമുട്ട്. ഇങ്ങനെയുള്ളവരെയാണ് ഗണിതപരമായ വൈകല്യമുള്ളവരെന്ന് പറയുന്നത്. ഇവർക്ക് സമയം മനസ്സിലാക്കുന്നതിന് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇവർക്ക് സമയം മനസ്സിലാക്കാൻ ഇപ്പോ പരീക്ഷയ്ക്ക് ഇങ്ങനെ ആയിരിക്കും ചോദിക്കുന്നത്. ഇപ്പൊ 3ാം ക്ലാസ്സിൽ പഠിക്കുന്ന രാമു എന്ന കുട്ടിക്ക് എന്താണ് ക്ലോക്കിൽ നോക്കി സമയം പറയാൻ ഭയങ്കര ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നു. അപ്പൊ ആ കുട്ടിക്ക് എന്ത് വൈകല്യമാണോ ഉള്ളത്? ഇങ്ങനെ ആയിരിക്കും എക്സാമിന് ചോദിക്കുന്നത്. എന്ന് വെച്ചാൽ എന്തെങ്കിലും ഒരു റിയൽ സിറ്റുവേഷനെ തന്നിട്ടായിരിക്കും ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്. അല്ലെങ്കിൽ 5ാം ക്ലാസ്സിലുള്ള ഗീത എന്ന കുട്ടിക്ക് ടീച്ചർ ക്ലോക്കിൽ നോക്കി സമയം പറയാൻ പറഞ്ഞപ്പോൾ എത്ര ടീച്ചർ പറഞ്ഞു കൊടുത്തിട്ട് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, അത് നോക്കി പറയാൻ പറ്റുന്നില്ല. ആ ഗീതയ്ക്ക് ഏത് വൈകല്യമാണ് ഉള്ളത്? ഏത് വൈകല്യമാണ്? അതുപോലെ നമുക്ക് കൂട്ടാനും, കുറയ്ക്കാനും, ഗുണിക്കാനും, ഹരിക്കാനും, പിന്നെ ഗണിത ചിഹ്നങ്ങൾ, ചില ചിഹ്നങ്ങൾ ഗണിതത്തിന്റെ ഉപയോഗിക്കുവാനും മനസ്സിലാക്കാനുള്ള ബുദ്ധിമുട്ടിനെയും നമ്മൾ എന്താണ് പറയുന്നത്? ഡിസ്കാൽക്കുലി എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ പണം കൈകാര്യം ചെയ്യുന്നതിനുള്ള ബുദ്ധിമുട്ട്. ഒരിക്കൽ എക്സാമിന് ചോദിച്ചതാ ഒരു ക്വസ്റ്റ്യൻ ആണ്. ആ മോഡല് ഇതേപോലത്തെ ഒരു മോഡലാണ് ചോദിച്ചത്. 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന പിന്നെ എന്താണ് അനീഷ് എന്ന കുട്ടിയുടെ കയ്യിൽ അമ്മ 100 രൂപ കൊടുത്തയച്ചു സാധനം വാങ്ങിക്കാൻ. ഷോപ്പിൽ നിന്ന് കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചുകൊണ്ട് വരാൻ പറഞ്ഞു. പക്ഷെ ഈ കുട്ടി എന്ത് ചെയ്യുന്നു? ഷോപ്പിൽ പോയി സാധനം വാങ്ങിച്ചതിന് ശേഷം ഈ 100 രൂപ ആ ഷോപ്പ് കീപ്പറിന്റെ കയ്യിൽ കൊടുക്കും മുമ്പ് എണ്ണി നോക്കിയപ്പോ എത്ര എണ്ണിയിട്ട് 100 രൂപ തികയുന്നില്ല. അപ്പം അങ്ങനത്തെ സാഹചര്യങ്ങളിൽ ഈ കുട്ടിക്ക് ഉണ്ടാകുന്ന പഠന വൈകല്യം എന്താണ്? ഏതാണ്? ഡിസ്കാൽക്കുലിയാണ്. നിങ്ങൾ ഓർത്തിരിക്കുക. സമയം നോക്കുന്നതിനുള്ള ബുദ്ധിമുട്ട്. പിന്നെ അതുപോലെ തന്നെ എന്താണ്? പണം പണം എന്ന് വെച്ചാൽ ക്യാഷ് നമ്മൾ എന്ത് ചെയ്യുന്നു? എണ്ണിയാണ് എടുക്കുന്നത്. ക്യാഷ് എണ്ണി എടുക്കാനുള്ള ബുദ്ധിമുട്ട്. അതുപോലെ ഈ നമ്മുടെ ഈ സ്ക്വയർ, റെക്റ്റാങ്കിള്, നമ്മളെ മാത്സിലെ സ്ക്വയർ, റെക്റ്റാങ്കിൾ, അങ്ങനത്തെ ട്രയാങ്കിൾ, ഇതൊക്കെ കറക്റ്റ് എന്ത് ചെയ്യുക, ഇത് ഏതാണെന്ന് മനസ്സിലാക്കാനുള്ള ബുദ്ധിമുട്ട്. അതുപോലെ പണം കൈകാര്യം ചെയ്യാനുള്ള ബുദ്ധിമുട്ട്. ഡിജിറ്റ്സുകൾ നമ്മുടെ കൂട്ടാനും, കുറയ്ക്കാനും, ഗുണിക്കാനും, ഹരിക്കാനും, പിന്നെ ഗണിത ചിഹ്നങ്ങൾ ഉപയോഗിക്കാനും മനസ്സിലാക്കാനുള്ള ബുദ്ധിമുട്ടിനെയെല്ലാം നമ്മൾ എന്താണ് പറയുന്നത്? ഡിസ്കാൽക്കുലി എന്നാണ് പറയുന്നത്. ഓക്കെ. അടുത്ത ലേണിംഗ് ഡിസബിലിറ്റി അല്ലെങ്കിൽ പഠന വൈകല്യമാണ് ഡിസ്പ്രാക്സിയ അല്ലെങ്കിൽ ഡിസ്ഗ്രാക്സിയ എന്നും പറയുന്നത്. ഡിസ്പ്രാക്സിയ അല്ലെങ്കിൽ ഡിസ്ഗ്രാക്സിയ എന്ന പേരിലും അറിയപ്പെടുന്നു. ഇത് ശാരീരിക ചലന വൈകല്യം. നമ്മുടെ കൈ കൊണ്ട്, നമ്മുടെ കാല് കൊണ്ടും നമുക്ക് എന്താണ് ഒരു പ്രവൃത്തി ചെയ്യാൻ പറ്റിയില്ല എങ്കിൽ
അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഡിസ്പ്രാക്സിയ അല്ലെങ്കിൽ ഡിസ്ഗ്രാക്സിയ. അല്ലെങ്കിൽ നമ്മുടെ ബോഡി കൊണ്ട് ഒരു കാര്യം ചെയ്യാൻ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നു എങ്കിൽ അതിനെയാണ് ശാരീരിക ചലന വൈകല്യം എന്ന് പറയുന്നത്. ഇതെന്ന് വെച്ചാൽ ഒരു മോട്ടോർ കോർഡിനേഷൻ ഡിസോർഡർ ആണ്. കാരണം നമ്മുടെ കറക്റ്റ് ഇപ്പൊ ഒരു കുട്ടിക്ക് സൈക്കിൾ ചവിട്ടാൻ പറ്റിയില്ല എങ്കിൽ അത് ഡിസ്പ്രാക്സിയ ആണ്. അതുപോലെ ഷൂലേസ് നിങ്ങൾക്ക് പിക്ചറിൽ കാണാം. ചില കുട്ടികൾക്ക് ഷൂലെ ലേസ് ഒരിക്കലും കെട്ടാൻ പറ്റൂല. ആരെങ്കിലും എന്ത് ചെയ്യണം? സഹായിച്ചാലേ പറ്റൂ. ആ കുട്ടിക്ക് ഉണ്ടാകുന്ന വൈകല്യത്തെയാണ്, പഠന വൈകല്യത്തെയാണ് ഡിസ്പ്രാക്സിയ അല്ലെങ്കിൽ ഡിസ്ഗ്രാക്സിയ എന്ന് പറയുന്നത്. അതുപോലെ പരീക്ഷയ്ക്ക് ഒരുപാട് പ്രാവശ്യം ചോദിച്ചതാണ്, എന്താണ് ഒരു 5ാം ക്ലാസ്സിൽ അല്ലെങ്കിൽ 2ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിക്ക് എന്താണ് കറക്റ്റ് ആയിട്ട് ഒരു ടീച്ചർ ഒരു പിക്ചർ കൊടുത്തപ്പം നമ്മുടെ കത്രിക സിസേഴ്സ് ഉപയോഗിച്ച് അതിനെ കറക്റ്റ് ആയിട്ട് കട്ട് ചെയ്യാൻ പറ്റിയില്ല. അതെന്താണ്? അതും ഡിസ്പ്രാക്സിയ അല്ലെങ്കിൽ ഡിസ്ഗ്രാക്സിയ. അതുപോലെ നമ്മൾ ക്രയോൺസ് ഉപയോഗിച്ച് നമ്മൾ ഒരു പിക്ചറിൽ ക്രയോൺസ് ഉപയോഗിച്ച് കളർ ചെയ്യാൻ കൊടുക്കുമ്പം എന്ത് ചെയ്യും? കളർ എല്ലാം ആ പിക്ചറിന്റെ പുറത്തോട്ടായിരിക്കും, വെളിയിലോട്ടായിരിക്കും എന്ത് ചെയ്യുന്നത്. ചിലവര് എത്ര പറഞ്ഞ് എത്ര ട്രെയിനിങ് കൊടുത്താലും അവരെന്ത് ചെയ്യില്ല, അത് കറക്റ്റ് ആയിട്ട് ചെയ്യില്ല. അത് എന്തിൽ വരുന്നതാണ്? ഡിസ്പ്രാക്സിയയിൽ വരുന്നതാണ്. അതുപോലെ മറ്റേ നമ്മുടെ ഷർട്ടിന്റെ ബട്ടൺ, ചില കുട്ടികൾ ഒരിക്കലും ബട്ടൺ തിരിച്ചും മറച്ചും ഒക്കെ ഇട്ട്, അതും എന്താണ്? ഒരു പഠന വൈകല്യമാണ്, ഡിസ്പ്രാക്സിയ അല്ലെങ്കിൽ ഡിസ്ഗ്രാക്സിയ എന്ന് പറയുന്നത്. അതുപോലെ നമ്മുടെ സ്കേർട്ട് ഇടാൻ പറ്റാത്തത്, അതുപോലെ നല്ല രീതിയിൽ തലമുടി കെട്ട്, റിബണൊക്കെ വെച്ച് തലമുടി കെട്ടാൻ, റിബൺ ഒരിക്കലും കെട്ടാൻ പറ്റൂല. തലമുടി കെട്ടാനും എത്ര ശ്രമിച്ചിട്ടും ആരെങ്കിലും സഹായിച്ചാൽ മാത്രമേ എന്ത് ചെയ്യൂ, നമ്മുടെ ഹെയർ ബാൻഡ് ഒക്കെ ഉപയോഗിച്ച് തലയൊക്കെ കെട്ടി വയ്ക്കാൻ പറ്റും. നിങ്ങൾ ചുരുക്കി പറഞ്ഞ നിങ്ങൾ ഓർക്കുക, കൈയും കാലും ഉപയോഗിച്ച് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നു, അതാണ് ഡിസ്പ്രാക്സിയ. സിമ്പിൾ ആയിട്ട് നിങ്ങൾ ഓർത്ത് വെച്ചിരുന്നാൽ മതി. നമ്മുടെ കൈയും കാലും ഉപയോഗിച്ച് നമുക്ക് എന്തൊക്കെ ചെയ്യുന്നതിന് ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നു, അതിനെയാണ് എന്ത് പറയുന്നത്? ഡിസ്പ്രാക്സിയ അല്ലെങ്കിൽ ഡിസ്ഗ്രാക്സിയ. അതാണ് പേശി പ്രവർത്തനങ്ങളിലെ പ്രശ്നങ്ങൾ പഠനത്തിൽ എന്തുണ്ടാക്കുന്നു? ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നു. പേശി പ്രവർത്തനത്തിലെ പ്രശ്നങ്ങൾ പഠനത്തിന്. അതുപോലെ നമ്മുടെ ശരീരത്തിലെ അവയവങ്ങളുടെ ചലനത്തെ നന്നായിട്ട് കോർഡിനേറ്റ് ചെയ്ത് കൊണ്ടുപോവാൻ കഴിയാത്ത അവസ്ഥയും ഡിസ്പ്രാക്സിയ എന്ന് പറയുന്നു. നമ്മൾ എന്തിലെങ്കിലും തൊടുമ്പോ, ടേസ്റ്റ് ചെയ്യുമ്പോ, സ്മെല് ചെയ്യാന്, ഇപ്പൊ എന്തെങ്കിലും ടേസ്റ്റ് ചെയ്യാൻ കറക്റ്റ് ആ ടേസ്റ്റ് എന്തെന്ന് പറയാൻ പറ്റാത്ത അവസ്ഥയും ഡിസ്പ്രാക്സിയ എന്ന് പറയും. അതുപോലെ ഇപ്പൊ നമ്മൾ ഒരു കുട്ടിയുടെ പിന്നെ സ്കിന്നിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും നമ്മൾ എന്താണ് ഒരു ഐസ് വെച്ച് കൊടുത്താൽ അത് എന്ത് ഫീൽ ചെയ്യുന്നു എന്ന് ചിലവർക്ക് പറയാൻ അറിഞ്ഞുകൂടായിരിക്കും. ചില കുട്ടികൾക്ക് അയ്യോ അത് തണുപ്പാണ് എന്ന് പറയാൻ, അത്തരത്തിലുള്ള അവസ്ഥയും ഡിസ്പ്രാക്സിയ എന്ന് പറയുന്നു. അതുപോലെ സ്മെല്ല്, ഇപ്പൊ കണ്ണ് മൂടി വെച്ചിട്ട് ഒരു എന്തെങ്കിലും സ്മെല്ല് ചെയ്യാൻ, നല്ല എന്തെങ്കിലും മണമുള്ള എന്തെങ്കിലും കൊടുത്ത് സ്മെല്ല് ചെയ്യാൻ പറഞ്ഞ അതിന്റെ മണം പോലും തിരിച്ചറിയാൻ പറ്റിയില്ലെങ്കിൽ അതും എന്താണ്? അതാണ് ഡിസ്പ്രാക്സിയ. അതുപോലെ നമ്മുടെ ലൈറ്റ്, ചില കുട്ടികൾക്ക് ലൈറ്റിനോട് ഭയങ്കര ഇറിറ്റേഷൻ ആയിരിക്കും. എന്ന് വെച്ചാൽ ലൈറ്റ് ഓഫ് ചെയ്യാൻ പറയും, അല്ലെങ്കിൽ വെളിച്ചത്തിരിക്കുന്നത് ഇഷ്ടമില്ല. അത്തരത്തില് ഉള്ള ലേണിംഗ് ഡിസബിലിറ്റിയെ ഡിസ്പ്രാക്സിയ എന്നാണ് പറയുന്നത്. അതുപോലെ നമ്മുടെ ഐ മൂവ്മെന്റ്, കറക്റ്റ് ആയിട്ട് നമ്മുടെ ഐ കോർഡിനേഷൻ, കണ്ണിനെ കറക്റ്റ് ആയിട്ട് ഇപ്പം ഇന്ന സ്ഥലത്ത് നമ്മൾ ഫോക്കസ് ചെയ്ത് നോക്കാൻ പറ്റിയില്ല എങ്കിൽ അതിനെയും ഡിസ്പ്രാക്സിയ. ചുരുക്കി പറഞ്ഞാൽ ശരീരത്തില് കൈയും കാലും നമ്മുടെ ശരീര അവയവങ്ങളിലെ ഉണ്ടാകുന്ന ഒരു വൈകല്യമാണ് ശാരീരിക ചലന വൈകല്യം അല്ലെങ്കിൽ ഡിസ്പ്രാക്സിയ അല്ലെങ്കിൽ ഡിസ്ഗ്രാക്സിയ എന്ന് പറയുന്നത്. ക്ലിയർ ആയോ നിങ്ങൾക്ക്? സിറ്റുവേഷൻ ഇപ്പൊ ഒരു കുട്ടിക്ക് എന്താണ് എത്ര ശ്രമിച്ചിട്ടും അവന്റെ ഷർട്ടിന്റെ ബട്ടൺ ഇടാൻ പറ്റുന്നില്ല. അപ്പൊ ആ കുട്ടിയെ അഭിമുഖീകരിക്കുന്ന പഠന വൈകല്യം ഏതാണ്? അല്ലെങ്കിൽ കത്രിക ഉപയോഗിച്ച് കറക്റ്റ് ആയിട്ട് എന്താണ് ഒരു പിക്ചർ കട്ട് ചെയ്യാൻ പറ്റുന്നില്ല, അങ്ങനെയെങ്കിൽ ആ കുട്ടിയെ അഭിമുഖീകരിക്കുന്ന പഠന വൈകല്യം എന്താണ്? പിന്നെ എന്താണ് ക്രയോൺസ് ഉപയോഗിച്ച് കളർ ചെയ്യാൻ പറ്റുന്നില്ല. ഇങ്ങനത്തെ രീതിയിലായിരിക്കും ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്. ഓക്കെ, അടുത്ത ലാസ്റ്റ് ആണ് ഡിസ്ഫാസിയ. ഡിസ്ഫാസിയ അല്ലെങ്കിൽ അൽഫാസിയ എന്ന് പറയുന്നു. ഭാഷാപരമായ വൈകല്യം, ലാംഗ്വേജ്, നമ്മുടെ ലാംഗ്വേജ് ഉപയോഗിക്കുന്നതിനുള്ള വൈകല്യം, നമ്മുടെ സംസാരിക്കുന്ന ഭാഷ
അത് എന്ത് ചെയ്യുന്ന മറ്റൊരാളോട് പറയുന്നതിനുള്ള ബുദ്ധിമുട്ട്. ഒരിക്കൽ എക്സാമിന് ചോദിച്ചതാണ്, 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന എന്താണ് അജീഷ് എന്ന് പറയുന്ന കുട്ടി എന്താണ് നല്ല രീതിയിൽ ആ കുട്ടിയുടെ അമ്മ എന്ത് ചെയ്യുന്നു, അവനൊരു കഥ പറഞ്ഞു കൊടുത്തു, നല്ല രീതിയിൽ പറഞ്ഞു കൊടുത്തു. അവൻ എല്ലാം മനസ്സിലായി, ആ കഥ പറയാം എന്നുള്ള എനിക്ക് എല്ലാം മനസ്സിലായി അമ്മ, ഞാൻ നാളെ ചെന്ന് സ്കൂളിൽ എന്ത് ചെയ്യാം, ഞാൻ കഥ പറയാം. പക്ഷെ അവിടെ സ്കൂളിൽ ചെന്ന് ടീച്ചേഴ്സിന്റെ കുട്ടികളുടെയും ഫ്രണ്ടിൽ ചെന്ന് കഥ പറയാൻ അവന് കഥ നല്ലതായിട്ട് അറിയാം. പക്ഷെ എന്താണ്, ആ കുട്ടിക്ക് അത് വാക്കുകളിലൂടെ എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നില്ല, പറഞ്ഞ് ഫലിപ്പിക്കാൻ പറ്റുന്നില്ല. ആ ഒരു അവസ്ഥയാണ് ഡിസ്ഫാസിയ അല്ലെങ്കിൽ അൽഫാസിയ എന്ന് പറയുന്നത്. അപ്പൊ കഥ പറച്ചിലിനുള്ള ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നു. നമുക്ക് സ്റ്റോറി ടെല്ലിങ് കാര്യങ്ങൾ നന്നായി, നിങ്ങൾക്കറിയാം ചില വ്യക്തികൾക്ക് ഭയങ്കര നോളജ് ആയിരിക്കും, ഭയങ്കര അറിവായിരിക്കും, പക്ഷെ മറ്റുള്ളവർക്ക് അത് പറഞ്ഞു കൊടുക്കാനുള്ള കഴിവില്ല. ചില ടീച്ചേഴ്സ് എല്ലാം നല്ല ഭയങ്കര ബുദ്ധിയായിരിക്കും, എല്ലാ കാര്യങ്ങളും അറിയാം, പക്ഷെ പറഞ്ഞ് വാക്കുകൾ കൊണ്ട് ഭാഷ കൊണ്ട് അത് കുട്ടികൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാനുള്ള ബുദ്ധിമുട്ട്, അതിനെയാണ് ഡിസ്ഫാസിയ അല്ലെങ്കിൽ അൽഫാസിയ എന്ന് പറയുന്നത്. പിന്നെ ഫ്ലുവൻസി കാണൂല, ഇപ്പൊ കറക്റ്റായിട്ട് വാക്കുകളൊന്നും പറഞ്ഞ് ഫലിപ്പിക്കാൻ പറ്റില്ല. പിന്നെ സ്ഫുടത, വാക്കുകൾക്ക് സ്ഫുടത, വ്യക്തത ഇല്ലായ്മ, ഇതൊക്കെ ഡിസ്ഫാസിയ അല്ലെങ്കിൽ അൽഫാസിയയിൽ വരുന്നതാണ്. പിന്നെ വിക്ക്, നിങ്ങൾക്കറിയാം, ഒരു വാക്ക് പറഞ്ഞ് കുറച്ചു നേരം നിന്നിട്ട് അടുത്ത വാക്ക് ഇങ്ങനെ അല്ലെങ്കിൽ റിപ്പീറ്റ് ചെയ്ത് പറയുക, ഇതൊക്കെ ഡിസ്ഫാസിയ അല്ലെങ്കിൽ അൽഫാസിയയിൽ വരുന്നതാണ്. അപ്പം ഡിസ്ഫാസിയ അല്ലെങ്കിൽ അൽഫാസിയ എന്ന് പറഞ്ഞ് നമ്മുടെ സംസാര ഭാഷ മനസ്സിലാക്കുന്നതിനും അത് മറ്റു ഒരാളോട് പറയുന്നതിനുമുള്ള ബുദ്ധിമുട്ട്, അല്ലെങ്കിൽ ലാംഗ്വേജ് ഡിസബിലിറ്റി അല്ലെങ്കിൽ ഭാഷാപരമായ വൈകല്യത്തെയാണ് ഡിസ്ഫാസിയ എന്ന് പറയുന്നത്. ഓക്കെ, 5 ക്ലിയർ ആയോ? നിങ്ങൾ ഓരോ പഠന വൈകല്യം എഴുതിയിട്ടും അതെന്താണെന്ന് ജസ്റ്റ് ഒരു ഹൈഫൺ ഇട്ടിട്ട് ഞാൻ ലാസ്റ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ടായിരുന്നു. നോക്കട്ടെ, ഇല്ല, ഇതിലില്ല. ഓക്കെ, ഞാൻ ലാസ്റ്റ് പിന്നെ റിവൈസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഇതിനെ ഷോർട്ട് ഫോമിൽ എഴുതി തരാം. അപ്പൊ അത് മാത്രം നിങ്ങൾ പഠിച്ചാൽ മതി. ഡിസ്ലെക്സിയ എന്ന് പറഞ്ഞാൽ എന്താണ്? വായിക്കുവാനുള്ള ബുദ്ധിമുട്ടാണ്. ഡിസ്ഗ്രാഫി എന്ന് പറഞ്ഞാൽ എന്താണ്? എഴുതുന്നതിനുള്ള ബുദ്ധിമുട്ട്, അല്ലെങ്കിൽ ആലേഖന വൈകല്യം എന്നാണ് പറയുന്നത്. കേൾവി തകരാറുള്ള കുട്ടികൾക്കാണ് ഡിസ്ഗ്രാഫിയ കൂടുതലായിരിക്കുന്നത്. ഡിസ്കാൽക്കുലിയ എന്ന് പറഞ്ഞാൽ, നിങ്ങൾ കാൽക്കുലിയ എന്ന് പറഞ്ഞാല് ഗണിതപരമായ വൈകല്യം, ബുദ്ധിമുട്ട്. അത് സമയം, പണം കൈകാര്യം, പണം എണ്ണുന്നതിന്, നമുക്ക് ക്യാഷ് എണ്ണുന്നതിന്, അതുപോലെ കൂട്ടാനും കുറയ്ക്കാനും ഗുണിക്കാനും ഒക്കെ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നതെങ്കിൽ അതിനെ ഡിസ്കാൽക്കുലിയ എന്നാണ് പറയുന്നത്. ഡിസ്പ്രാക്സിയ എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരം ഉപയോഗിച്ച്, പ്രത്യേകിച്ച് കൈയും കാലും ഉപയോഗിച്ച്, അതുപോലെ കണ്ണ്, നമ്മുടെ സെൻസ് ഓർഗൻ ഉപയോഗിച്ച് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നുവെങ്കിൽ അതിനെയാണ് ഡിസ്പ്രാക്സിയ അല്ലെങ്കിൽ ഡിസ്ഗ്രാക്സിയ എന്ന് പറയുന്നത്. അടുത്തത് ഡിസ്പ്രാക്സിയ അല്ലെങ്കിൽ ഡിസ്ഗ്രാക്സിയ എന്ന് പറയുന്നത് ശാരീരിക ചലന വൈകല്യത്തെയാണ്. അടുത്ത ഡിസ്ഫാസിയ അല്ലെങ്കിൽ അൽഫാസിയ എന്ന് പറയുന്നത് ലാംഗ്വേജ് ഡിസബിലിറ്റി അല്ലെങ്കിൽ ഭാഷാപരമായുള്ള വൈകല്യമാണ്. ഒരുപാട് പ്രാവശ്യം ചോദിച്ചിട്ടുള്ളതാണ്. ഈ വിക്കൊക്കെ കുട്ടികൾക്ക് അനുഭവപ്പെടുന്നത് ഡിസ്ഫാസിയ അല്ലെങ്കിൽ അൽഫാസിയ ആണ്. നമ്മുടെ ഈ ഡിസ്ലെക്സിയയും ഡിസ്ഫാസിയയും ഏകദേശം എന്താണ്? ഒരേ രൂപത്തിലാണ് വരുന്നത്. അതുകൊണ്ട് നിങ്ങൾ കറക്റ്റ് ക്വസ്റ്റ്യൻ വായിച്ചിട്ട് വേണം എഴുതാൻ. ഡിസ്ലെക്സിയ എന്ന് പറഞ്ഞാൽ വായിക്കുവാനുള്ള ബുദ്ധിമുട്ട്. പക്ഷെ ഡിസ്ഫാസിയ എന്ന് പറഞ്ഞാല് നമുക്ക് എന്താണ്? നമ്മുടെ സംസാര ഭാഷ അല്ലെങ്കിൽ നമ്മുടെ മദർ ടങ് മറ്റൊരാളോട് എന്താണ് പറയുന്നതിനുള്ള ബുദ്ധിമുട്ട് ആണ്. വായിക്കാൻ പറ്റുമായിരിക്കും, പക്ഷെ നമ്മൾ എന്താണ്? കമ്മ്യൂണിക്കേഷനുള്ള ബുദ്ധിമുട്ടിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഫ്ലുവൻസി ഇല്ല, വിക്കി പറയുക, അതിനെയാണ് നമ്മൾ ഡിസ്ഫാസിയ അല്ലെങ്കിൽ അൽഫാസിയ എന്ന് പറയുന്നത്. ഓക്കെ, നിങ്ങളപ്പോ ഇന്ന് ഇതിനെ ഈ 5 ഒന്ന് ക്ലിയർ ആയിട്ട് വായിച്ച് അതിനെ മനസ്സിലാക്കുക, അതിന്റെ ഡിഫറൻസ് എന്താണെന്ന് മനസ്സിലാക്കുക. ഇനി നമുക്ക് ലേണിംഗ് ഡിസബിലിറ്റി കൂടെ ഉണ്ട്. അതന്നെയാണ് ADHD എന്ന് പറയുന്നത്. ഒരുപാട് പ്രാവശ്യം ADHDയുടെ എന്താണ് അബ്രിവേഷൻ അല്ലെങ്കിൽ അതിന്റെ പൂർണ്ണ രൂപം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ADHD എന്ന് വെച്ചാൽ അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്റ്റീവ് ഡിസോർഡർ ആണ്. അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്റ്റീവ് ഡിസോർഡർ.
അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡറും കുഴപ്പമില്ല. അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്റ്റീവ് ഡിസോർഡർ തന്നെയാണ് ADHD എന്ന് വെച്ചാൽ അതിന് ശ്രദ്ധാ വൈകല്യം. നമ്മൾ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നതിന് അല്ലെങ്കിൽ പഠിക്കുമ്പോൾ ശ്രദ്ധയില്ലാത്തത്, അതുപോലെ അടങ്ങിയിരിക്കാൻ ചില കുട്ടികൾ നിങ്ങൾ ക്ലാസ്സിൽ കണ്ടിട്ടില്ലേ, എത്ര പറഞ്ഞാലും അടങ്ങിയിരിക്കൂല ഒരു സ്ഥലത്ത്. പിന്നെ എത്ര പഠിപ്പിച്ചാലും അല്ലെങ്കിൽ ശ്രദ്ധിക്കാൻ പറഞ്ഞാലും ശ്രദ്ധിക്കില്ല. അത്തരത്തിൽ വൈകല്യമുള്ള കുട്ടികളെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ADHD ഉള്ളവർ കുട്ടികള് അല്ലെങ്കിൽ ശ്രദ്ധാ വൈകല്യം ഉള്ളവരെന്ന് പറയുന്നത്. ഇപ്പൊ ഏറ്റവും കൂടുതൽ ADHD ഉള്ളത് ഈ നമ്മുടെ സ്കൂൾ ഏജിലെ കുട്ടികളാണ്. ചൈൽഡ്ഹുഡിലെ സ്കൂൾ ഏജിലുള്ള കുട്ടികൾക്കാണ് ഏറ്റവും കൂടുതൽ ഈ ശ്രദ്ധാ വൈകല്യം ഉള്ളത്. പിന്നെ മുതിർന്നു കഴിയുമ്പോൾ ഈ ADHD പല ട്രെയിനിങ്ങും തെറാപ്പികൾ കൊണ്ടൊക്കെ എന്ത് ചെയ്യും, അങ്ങ് മാറും. കൗൺസിലിങ്ങും ഒക്കെ കൊടുക്കുമ്പം, ഗൈഡൻസ് കൗൺസിലിംഗ് ഒക്കെ കൊടുക്കുമ്പോൾ ഈ ADHD എന്ത് ചെയ്യും, കുട്ടികൾ വളരും തോറും ഒരു 95% നമ്മൾ ADHD എന്ത് ചെയ്യും, മാറും. അതാണ് ADHD, അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്റ്റീവ് ഡിസോർഡർ. അതാണ് അതിന്റെ പൂർണ്ണ രൂപം. അതിനെ ശ്രദ്ധാ വൈകല്യം എന്നാണ് പറയുന്നത്. സ്കൂളിലെ കുട്ടികളിലാണ് എന്ന് വെച്ചാൽ ചൈൽഡ്ഹുഡില് തീരെ ബാല്യകാല കുട്ടികളിലാണ് കൂടുതലായിട്ടും ഈ ADHD എന്ന വൈകല്യം ഇത് ഒരു ലേണിംഗ് ഡിസബിലിറ്റിയാണ് കാണുന്നത്. പിന്നെ ഇതിന്റെ ലക്ഷണങ്ങൾ എന്ന് പറഞ്ഞാൽ ആ കുട്ടിക്ക് ADHD ഉള്ള കുട്ടിക്ക് അടങ്ങിയിരിക്കാൻ പറ്റില്ല, അതുപോലെ ഒരു കാര്യത്തിലോട്ട് ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പറ്റാത്ത അവസ്ഥയെല്ലാം ADHD ആണ്. അപ്പൊ ADHDയുടെ കാരണങ്ങൾ എന്ന് പറയുന്നത് ശാരീരികപരവും ജൈവപരവുമായ കാര്യങ്ങൾ, ബയോളജിക്കലി ഹെറിഡിറ്ററി ആയിട്ടുണ്ടാകാം, അല്ലെങ്കിൽ ഇപ്പം ശാരീരിക ചില ഹോർമോണിന്റെ ഇംബാലൻസ് കൊണ്ടൊക്കെ കുട്ടികളിൽ എന്തുണ്ടാകാം, ഈ ADHD ഉണ്ടാകാം. പിന്നെ പാരമ്പര്യം, ജനിതകമാകാം, ഞാൻ നേരത്തെ പറഞ്ഞ ഹെറിഡിറ്ററി അല്ലെങ്കിൽ ബയോളജിക്കൽ എന്തെങ്കിലും ഫാക്ടേഴ്സ് ഉണ്ടെങ്കിൽ അത് കാരണമാകാം. പിന്നെ നമ്മുടെ ജനന സമയത്ത് എന്തെങ്കിലും ദുരന്തങ്ങൾ അനുഭവപ്പെടുക, പാരന്റ്സിന്, അമ്മയ്ക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുക, ഇഞ്ചുറി, മുറിവുകൾ ഉണ്ടാകുക, അല്ലെങ്കിൽ സ്റ്റെപ്പിൽ നിന്നൊക്കെ വീഴുക, അങ്ങനെയൊക്കെ വരുമ്പോഴും ആ കുഞ്ഞിന് എന്തുണ്ടാകാം, ADHD ഉണ്ടാകാം. പിന്നെ പോഷകാഹാരക്കുറവ്, പിന്നെ സാമൂഹികമായിട്ടുള്ള എന്തെങ്കിലും ചുറ്റുപാടുകൾ, വീട്ടില് സമാധാനമില്ലാത്ത അവസ്ഥ, ഇപ്പം അവരുടെ ഇപ്പൊ ഹസ്ബൻഡ് ഭയങ്കര മദ്യപാനിയാണെങ്കിൽ അതും കുട്ടി എന്ത് ചെയ്യാം, അഫക്റ്റ് ചെയ്യാം, അതും ADHDക്ക് കാരണം ആകാം. ഇതാണ് ADHDയുടെ ഫുൾ ഫോം എന്ന് പറയുന്നത് അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡർ. ഇതാണ് ഒരുപാട് കഴിഞ്ഞ കേറ്ററ്റിനും ചോദിച്ചിട്ടുള്ളതായിരുന്നു. ADHDയുടെ പൂർണ്ണ രൂപം എന്ത്? ഇതിനെ ശ്രദ്ധാ വൈകല്യം എന്നാണ് പറയുന്നത്. പിന്നെ ഒരു അനോറക്സിയ. എന്താണ് അനോറക്സിയ? ഇത് ജസ്റ്റ് ഒന്ന് ഓർത്തിരുന്നാൽ മതി. നല്ല രീതിയിൽ ഭക്ഷണം കഴിക്കാത്തത് കൊണ്ടുണ്ടാകുന്ന രോഗത്തെയാണ് അനോറക്സിയ എന്ന് പറയുന്നത്. അപ്പൊ ഈ അനോറക്സിയയും ADHDക്ക് കാരണമാകാറുണ്ട്. ഇപ്പൊ ബാലൻസ്ഡ് ആയിട്ടുള്ള ഫുഡ് കഴിക്കാതെ ഒരുമാതിരി ശോഷിച്ച് ഇങ്ങനെ ശുഷ്കിച്ച് ലീനായിട്ടൊക്കെ ഇരിക്കുന്ന അവസ്ഥയാണ്. പിന്നെ അതുകൊണ്ടുണ്ടാകുന്ന രോഗം, ബാലൻസ്ഡ് ആയിട്ടുള്ള ഫുഡ് കിട്ടാത്തത് കൊണ്ടുണ്ടാകുന്ന രോഗത്തെയാണ് അനോറക്സിയ എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയും ക്ലിയർ ആയോ ലേണിംഗ് ഡിസബിലിറ്റി? ഇനി പറയണോ? ആർക്കെങ്കിലും? ഓക്കെ, നമുക്കിനി അടുത്തൊരു ചെറിയൊരു ടോപ്പിക്കിലോട്ട് പോകാം. നമ്മുടെ വൈഗോസ്കിയെ കുറിച്ച് നമുക്ക് പഠിക്കാം. വൈഗോസ്കിയുടെ തിയറി നമ്മൾ നേരത്തെ കഴിഞ്ഞ നമ്മുടെ സ്കൂൾസ് ഓഫ് സൈക്കോളജി പഠിച്ചപ്പോൾ നമ്മൾ പഠിച്ചതാണ് സാമൂഹ്യ ജ്ഞാന നിർമ്മിതിവാദം. നിർമ്മിതിവാദത്തിന്റെ പിതാവെന്ന പേരിൽ അറിയപ്പെടുന്നത് വൈഗോസ്കിയാണ്. സാമൂഹ്യ ജ്ഞാന നിർമ്മിതിവാദത്തിന്റെ പിതാവ്. അതുപോലെ സാമൂഹ്യ സാംസ്കാരിക സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവും വൈഗോസ്കിയാണ്. അപ്പം എന്താണ് സാമൂഹ്യ ജ്ഞാന നിർമ്മിതിവാദത്തിന്റെയും അതുപോലെ സാമൂഹിക സാംസ്കാരിക സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവ് വൈഗോസ്കിയാണ്. നമുക്ക് വൈഗോസ്കിയുടെ എന്താണ് സോഷ്യൽ കൺസ്ട്രക്റ്റിവിസം അല്ലെങ്കിൽ സാമൂഹ്യ ജ്ഞാന നിർമ്മിതിവാദം എന്ന് പഠിക്കാം. അപ്പൊ വൈഗോസ്കിയുടെ ഫുൾ നെയിമാണ് ലീവ് വൈഗോസ്കി. അദ്ദേഹം 1896 മുതൽ 1934 വരെയാണ് ജീവിച്ചിരുന്നത്.
വളരെ ചുരുങ്ങിയ കാലം, എത്ര വർഷം ഒന്ന് നോക്കാമോ? ആർക്കെങ്കിലും കാൽക്കുലേറ്റ് ചെയ്ത് പെട്ടെന്ന് മാത്സിലുള്ള 1896 മുതൽ 1934 എന്ന് പറയുമ്പോൾ ഒരു 38 വയസ്സ്. 38 38. ഓക്കെ. അപ്പൊ നിങ്ങൾ ഒന്ന് ഓർത്ത് നോക്കും, 38 വയസ്സ് വരെ ജീവിച്ചിരുന്ന ഒരു വ്യക്തിയുടെ സംഭാവനയാണ് ഇന്ന് നമ്മൾ എന്ത് ചെയ്യുന്നത്, സ്കൂളിലെ കുട്ടികളെ പഠിപ്പിക്കുന്നത്. അപ്പൊ അത്രത്തോളം വളരെ പ്രശസ്തനായ ഒരു വ്യക്തിയാണ് ആര് മനസ്സിലായോ? വളരെ ചുരുങ്ങിയ കാലം മാത്രമേ അദ്ദേഹം എന്ത് ചെയ്തിട്ടുള്ളൂ, ജീവിച്ചിരുന്നിട്ടുള്ളൂ. കാരണം അദ്ദേഹം റഷ്യക്കാരനായിരുന്നു. റഷ്യയിൽ ജീവിച്ച വളരെ പ്രശസ്തനായ ഒരു മനഃശാസ്ത്രജ്ഞനായിരുന്നു നമ്മുടെ വൈഗോസ്കി. അപ്പം വളരെ ചുരുങ്ങിയ കാലത്തിനിടയിൽ അദ്ദേഹം ഒരുപാട് ബുക്കുകളും ഒരുപാട് പബ്ലിക്കേഷൻസും നമ്മുടെ വിദ്യാഭ്യാസത്തിന് ഒരുപാട് സംഭാവനകൾ നൽകി. പക്ഷെ അതിൽ കുറച്ച് കാര്യങ്ങൾ മാത്രമേ എന്ത് ചെയ്തുള്ളൂ. അന്നത്തെ കാലത്ത് റഷ്യയിൽ നിന്ന് നമ്മുടെ ഭാഷയിലോട്ട് അല്ലെങ്കിൽ ഇംഗ്ലീഷിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ ആരും ഇല്ലായിരുന്നു, തർജിമ ചെയ്യാൻ. അപ്പൊ അതുകൊണ്ട് അദ്ദേഹത്തിന്റെ ചുരുങ്ങിയ കുറച്ച് സംഭാവനകൾ അല്ലെങ്കിൽ വർക്കുകൾ മാത്രമേ നമുക്ക് എന്ത് ചെയ്തു, നമുക്ക് കിട്ടിയിട്ടുള്ളൂ. അതിൽ നിന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്നും എന്ത് ചെയ്യുന്നത്, നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ ഉപയോഗിക്കുന്നത്. അപ്പൊ അത്രത്തോളം പ്രാധാന്യം അർഹിക്കുന്ന ഒരു വ്യക്തിയാണ് നമ്മുടെ വൈഗോസ്കി എന്ന് പറയുന്നത്. അപ്പൊ വൈഗോസ്കിയുടെ സിദ്ധാന്തത്തെ പറയുന്നതാണ് സാമൂഹ്യ ജ്ഞാന നിർമ്മിതിവാദം. എന്താണ് സാമൂഹ്യ ജ്ഞാന നിർമ്മിതിവാദം? അപ്പം സാമൂഹ്യ ജ്ഞാന നിർമ്മിതിവാദത്തിന്റെ പിതാവെന്ന പേരിലും ആരെ അറിയപ്പെടുന്നു? വൈഗോസ്കിയെ അറിയപ്പെടുന്നു. അദ്ദേഹം പറഞ്ഞതാണ്, ചിന്തയും അതിൽ നിന്ന് വരുന്ന അറിവും സ്വയം ഉണ്ടാകുന്നതല്ല. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിനും പറഞ്ഞതാണ്, ചിന്തയും അറിവും കുട്ടി സ്വയം ഉണ്ടാക്കുന്നതല്ല, കുട്ടി ഉൾപ്പെടുന്ന സമൂഹത്തിൽ നിന്ന് അല്ലെങ്കിൽ സംസ്കാരത്തിൽ നിന്ന് ഉണ്ടാകുന്നതെന്നാണ് ആര് പറഞ്ഞത്? വൈഗോസ്കി പറഞ്ഞത്. ഇപ്പൊ എനിക്ക് കുറച്ച് അറിവ് കിട്ടുന്നത് ഞാൻ സ്വയം അറിവ് പഠിക്കുന്നത് കൊണ്ടല്ല, എൻ്റെ ചുറ്റുപാട്, എൻ്റെ സംസ്കാരം, അതുപോലെ എൻ്റെ സമൂഹമായിട്ട് ബന്ധപ്പെട്ടത് മൂലമാണ് നമുക്ക് അറിവുണ്ടാകുന്നതെന്നാണ് ആര് പറഞ്ഞത്? വൈഗോസ്കി പറഞ്ഞത്. അപ്പൊ എല്ലാ കുട്ടികളും സമൂഹവുമായിട്ട് നല്ല രീതിയിൽ ഇന്ററാക്ട് ചെയ്യുകയും അവരുടെ സാംസ്കാരികമായിട്ട് പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയും ചെയ്താൽ അവരിൽ അറിവ് വർദ്ധിക്കുന്നു എന്നാണ് നമ്മുടെ വൈഗോസ്കി പറഞ്ഞത്. പിന്നെ അദ്ദേഹത്തിന്റെ വളരെ പ്രശസ്തമായ ഒരു ബുക്കിന്റെ പേരാണ് ചിന്തയും ഭാഷയും. എന്താണ് ചിന്തയും ഭാഷയും? ലാംഗ്വേജ് ആൻഡ് തോട്ട്സ് എന്ന വളരെ പ്രശസ്തമായ ഒരു ബുക്ക് എഴുതിയത് ആരാണ്? നമ്മുടെ വൈഗോസ്കിയാണ്. ചിന്തയും ഭാഷയും എന്ന ബുക്ക് എഴുതിയത് വൈഗോസ്കിയാണ്. അടുത്ത് സമൂഹവുമായി ഇടപഴകുന്നതിലൂടെയാണ് നമുക്ക് അറിവ് ലഭിക്കുന്നു എന്നാണ് വൈഗോസ്കി പറഞ്ഞത്. ഇത് നേരത്തെ പറഞ്ഞതാണ്. അതുകൊണ്ടാണ് അദ്ദേഹം നമ്മുടെ ജ്ഞാന നിർമ്മിതിവാദത്തെ എന്താണ് സാമൂഹ്യ ജ്ഞാന നിർമ്മിതിവാദം എന്ന് പറഞ്ഞത്. അപ്പൊ കുട്ടികളിൽ അറിവുണ്ടാകുന്നത് സ്വയമല്ല, സമൂഹവുമായി ബന്ധപ്പെടുന്നതിലൂടെയാണ് അറിവുണ്ടാകുന്നതാണെന്നാണ് ആര് പറഞ്ഞത്? വൈഗോസ്കി പറഞ്ഞത്. ഇനി വൈഗോസ്കിയുടെ അഭിപ്രായത്തിൽ ഒരു കുട്ടി ജനിക്കുമ്പോൾ തന്നെ കുട്ടിക്ക് കുറച്ച് കഴിവുകൾ കാണും. ഇപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയാം, ഒരു കുട്ടി ജനിക്കുമ്പോൾ തന്നെ ഇൻബോൺ ആയിട്ട് അല്ലെ, ജന്മനാ തന്നെ കുറച്ച് കഴിവുകൾ കുട്ടിക്കുണ്ട്. ഈ കഴിവിനെയാണ് പറയുന്നത് പ്രാഥമിക മാനസിക കഴിവുകൾ അല്ലെങ്കിൽ പ്രൈമറി മെന്റൽ എബിലിറ്റീസ്. എന്തൊക്കെയാണ്? ഒരു എക്സാമ്പിൾ പറയാമോ? ആർക്കെങ്കിലും പറയാമോ? ജനിക്കുന്ന സമയത്ത് കരയുന്നത്. കരയുന്നത്. പിന്നെ വേറെ എന്തൊക്കെയുണ്ട്? ഒരു കുട്ടി ജനിക്കുമ്പോൾ തന്നെ കുട്ടിക്ക് കുറച്ച് കഴിവുകൾ കാണും. ഈ കഴിവ് സംവേദനം, സെൻസ് ഓർഗൻ വഴി. എന്താണ് സെൻസ് ഓർഗൻ വഴി? നമ്മുടെ രുചിച്ചറിയാനും സ്മെല്ല് വെച്ച് മനസ്സിലാക്കാനും, അതുപോലെ അല്ലേ നമുക്ക് സംവേദന സെൻസേഷൻ, നമ്മുടെ 5 സെൻസ് ഓർഗൻ ഉപയോഗിച്ച് എന്തൊക്കെ ചെയ്യാം, അതെല്ലാം എങ്ങനെയാണ് ഉണ്ടാവുന്നത്? ശ്രദ്ധ, എന്തെങ്കിലും സൗണ്ട് കേട്ടാൽ ആ വശത്തോട്ട് നോക്കാനുള്ള ശ്രദ്ധ, അതുപോലെ ഓർമ്മ, ഇപ്പൊ എന്തെങ്കിലും കാര്യങ്ങളെ ഓർമ്മിക്കാനുള്ള, ഇപ്പൊ സൗണ്ട് ആയാലും ഓർത്തെടുക്കാനുള്ള കഴിവ്, ഇതൊക്കെ നമുക്ക് ജന്മനാ നമുക്ക് കിട്ടുന്നതാണ്. ഈ കഴിവിനെയാണ് എന്ത് പറയുന്നത്?
പ്രാഥമിക മാനസിക കഴിവുകൾ എന്ന് പറയുന്നത്. എന്താണ് പ്രാഥമിക മാനസിക കഴിവുകൾ? അപ്പൊ ഒരു കുട്ടി ജനിക്കുമ്പോൾ തന്നെ കുട്ടികൾക്ക് കുറച്ച് കഴിവുകളുണ്ട്. അപ്പൊ ഈ കഴിവിനെയാണ് പ്രൈമറി മെന്റൽ എബിലിറ്റീസ് അല്ലെങ്കിൽ പ്രാഥമിക മാനസിക കഴിവുകൾ. അതിന് ഉദാഹരണമാണ് ശ്രദ്ധ കൊടുക്കാനുള്ള കഴിവ്, ഇന്ദ്രിയാനുഭൂതി, പ്രത്യക്ഷണം, ഓർമ്മ. ഇതൊക്കെയാണ് ഉദാഹരണം. ഈ പ്രാഥമിക മാനസിക കഴിവുകൾ കുട്ടി വളരുന്നതോടുകൂടി എന്ത് ചെയ്യും? ഉയർന്ന മാനസിക കഴിവുകളായിട്ട് മാറും. എന്ന് വെച്ചാല് നമ്മൾ ജന്മനാ കുറച്ച് കഴിവുകളുണ്ട്, അതെന്ത് ചെയ്യും? കുട്ടി വളരുന്നതോടുകൂടി, കുട്ടി എന്ന് വെച്ചാല് കുട്ടിയുടെ ഓരോ പ്രായം കഴിയുന്നതോടുകൂടി അത് ഉയർന്ന മാനസിക കഴിവുകളായിട്ട് മാറും. അതിനെയാണ് ഹയർ മെന്റൽ എബിലിറ്റീസ് അല്ലെങ്കിൽ ഉയർന്ന മാനസിക കഴിവുകൾ എന്ന് പറയുന്നത്. ഉദാഹരണം പറയാമോ? ഉയർന്ന ഹയർ മെന്റൽ എബിലിറ്റീസിന് ഉദാഹരണം ചിന്തിക്കാനുള്ള കഴിവ്, ഒരു പ്രോബ്ലത്തെ സോൾവ് ചെയ്യാനുള്ള കഴിവ്, പിന്നെ ഒരു പ്രശ്നം വന്നാൽ കാര്യകാരണ സഹിതം അത് ഇന്നതാണെന്ന് കണ്ടെത്താനുള്ള കഴിവ്, യുക്തീകരണം എന്ന് പറയും അതിനെ, യുക്തീകരണം. ഇതിനെയാണ് ഉയർന്ന മാനസിക കഴിവുകൾ. എന്ന് വെച്ചാല് കുട്ടി ജനിക്കുമ്പം കുറച്ച് കഴിവുകൾ കാണും, കുട്ടി വളരുന്നതോടുകൂടി എന്ത് ചെയ്യുന്നു? ഈ കഴിവ് എന്ത് ചെയ്യും? ഉയർന്ന മാനസിക കഴിവുകളായിട്ട് മാറും. എങ്ങനെയാണ്? നമ്മൾ നേരത്തെ പറഞ്ഞു പ്രൈമറി മെന്റൽ എബിലിറ്റി അല്ലെങ്കിൽ എലിമെന്ററി മെന്റൽ എബിലിറ്റി കുട്ടി വളരുന്നതോടുകൂടി ഉയർന്ന മാനസിക കഴിവുകൾ അല്ലെങ്കിൽ ഹയർ മെന്റൽ എബിലിറ്റീസ് ആയിട്ട് മാറുന്നു. എങ്ങനെയാണ്? സാംസ്കാരിക ചുറ്റുപാടുകൾ മൂലവും, പിന്നെ എന്താണ്? സാമൂഹികമായ ഇടപെടൽ മൂലം, സോഷ്യൽ ഇന്ററാക്ഷൻ വഴിയും കൾച്ചറൽ എൻവയോൺമെന്റ് വഴിയും പ്രാഥമിക മാനസിക കഴിവുകൾ ഉയർന്ന മാനസിക കഴിവുകളായി മാറുന്നു എന്നാണ് ആര് പറഞ്ഞത്? വൈഗോസ്കി പറഞ്ഞത്. നിങ്ങൾക്ക് ഈ പിക്ചർ കാണുമ്പോഴും മനസ്സിലാവും. ഞാൻ ഒന്നുകൂടെ പറഞ്ഞു തരാം. ഓരോ കുട്ടിയും ജനിക്കുമ്പോൾ അവരിൽ ഒരുപാട് കഴിവുകളുണ്ട്. ഈ കഴിവുകൾ കുട്ടി വളരുന്നതോടുകൂടി ഉയർന്ന മാനസിക കഴിവുകളായിട്ട് മാറുന്നു. എങ്ങനെ? അവരുടെ സാമൂഹ്യമായിട്ടും സാംസ്കാരികമായിട്ടുള്ള ചുറ്റുപാടുകൾ വഴി ഉയർന്ന മാനസിക കഴിവുകളായിട്ട് മാറുന്നു എന്നാണ് ആര് പറഞ്ഞത്? വൈഗോസ്കി പറഞ്ഞത്. ഓക്കെ. അതുകൊണ്ടാണ് അദ്ദേഹം ഈ സിദ്ധാന്തത്തെ, സാമൂഹ്യ സാംസ്കാരിക സിദ്ധാന്തത്തെ, സാമൂഹ്യ ജ്ഞാന നിർമ്മിതിവാദത്തെ സാമൂഹ്യ സാംസ്കാരിക സിദ്ധാന്തം എന്ന പേരിലും അദ്ദേഹം പറഞ്ഞു. മനസ്സിലായോ? അപ്പം സാമൂഹ്യ ജ്ഞാന നിർമ്മിതിവാദത്തെ അദ്ദേഹം സാമൂഹ്യ സാംസ്കാരിക സിദ്ധാന്തം എന്ന പേരിലും പറഞ്ഞു. ഇത്രയും ക്ലിയർ ആയ എന്തുകൊണ്ടാണ് സാമൂഹ്യ സാംസ്കാരിക സിദ്ധാന്തം എന്ന് സാമൂഹ്യ ജ്ഞാന നിർമ്മിതിവാദത്തെ പറഞ്ഞു? മനസ്സിലായോ? മനസ്സിലായി. ഓക്കെ. അപ്പൊ ഒരിക്കൽ കൂടെ പറഞ്ഞു തരാം. വൈഗോസ്കിയുടെ സിദ്ധാന്തത്തെ സാമൂഹ്യ ജ്ഞാന നിർമ്മിതിവാദം എന്നും സാമൂഹ്യ സാംസ്കാരിക സിദ്ധാന്തം എന്ന പേരിലും അറിയപ്പെടുന്നു. അദ്ദേഹം പറഞ്ഞത് ചിന്തയിൽ നിന്ന് വരുന്ന അറിവ് കുട്ടിക്ക് സ്വയം ഉണ്ടാകുന്നതല്ല, സമൂഹത്തിന്റെയും സാംസ്കാരികമായ പ്രവർത്തനങ്ങളിൽ നിന്നാണ് ഉണ്ടാകുന്നത്. അദ്ദേഹത്തിന്റെ വളരെ പ്രശസ്തമായ ഒരു ബുക്കിന്റെ പേരാണ് ചിന്തയും ഭാഷയും അല്ലെങ്കിൽ ലാംഗ്വേജ് ആൻഡ് തോട്ട്സ് എന്ന് പറയുന്നത്. പിന്നെ അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ ഒരു കുട്ടി ജനിക്കുമ്പോൾ തന്നെ കുട്ടികൾക്ക് കുറച്ച് കഴിവ് കാണും. ഈ കഴിവിനെ പ്രൈമറി മെന്റൽ എബിലിറ്റീസ് എന്നാണ് പറയുന്നത്. ഈ കഴിവ് കുട്ടി വളരുന്നതോടുകൂടി ഉയർന്ന മാനസിക കഴിവുകളായിട്ട് മാറുന്നു. കുട്ടിയുടെ സമൂഹവും സാംസ്കാരികവുമായിട്ടുള്ള ബന്ധങ്ങൾ മൂലമാണ് ഉയർന്ന മാനസിക കഴിവുകളായി മാറുന്നു എന്നാണ് നമ്മുടെ വൈഗോസ്കി പറഞ്ഞത്. അതുകൊണ്ട് അദ്ദേഹം ഈ സിദ്ധാന്തത്തെ സാമൂഹിക സാംസ്കാരിക സിദ്ധാന്തം എന്ന പേരും വിളിച്ചു. ഓക്കെ. അടുത്തത് അദ്ദേഹത്തിന്റെ പ്രധാന തത്വങ്ങൾ എന്തൊക്കെയാണെന്ന് പഠിക്കാം. അദ്ദേഹത്തിന്റെ പ്രധാന തത്വങ്ങൾ അല്ലെങ്കിൽ പ്രിൻസിപ്പിൾസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തെ അദ്ദേഹത്തിന്റെ തത്വം അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ആശയമാണ് MKO. കഴിഞ്ഞ നമ്മുടെ കേട്ടിട്ട് എക്സാമിന് ചോദിച്ചതാണ്. കഴിഞ്ഞതിനോ അതിന് മുമ്പത്തെയോ ആണ്. എന്താണ് MKO അല്ലെങ്കിൽ MKO എന്നത് ആരുടെ ആശയമാണ്? ആരുടെയാണ്?
ഗോഡ്സ്കി. നിങ്ങൾ തെറ്റിക്കല് MKO എന്ന ആശയം ആരുടേതാണ്? വൈഗോസ്കിയുടേതാണ്. MKO എന്ന് പറഞ്ഞാൽ നമ്മേക്കാൾ, ഇപ്പൊ നിങ്ങളെക്കാൾ ആർക്കാണോ അറിവ് കൂടുതൽ അവരെയാണ് MKO, മോർ നോളജബിൾ ദാൻ അതേഴ്സ്. ഇപ്പൊ എന്നെക്കാളും ആർക്കെങ്കിലും അറിവ് കൂടുതലാണെങ്കിൽ അവരെ എന്താണ് പറയുന്നത്? MKO എന്നാണ് പറയുന്നത്. നമ്മേക്കാൾ ആർക്കെങ്കിലും അറിവ് കൂടുന്നുവെങ്കിൽ അവരെ, ഉദാഹരണം ആരൊക്കെ ആയിരിക്കാം? നിങ്ങളെക്കാൾ അറിവ് കൂടിയത് ആർക്കൊക്കെയാണ്? ഒന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്ക്. ടീച്ചേഴ്സ് അല്ലേ, നിങ്ങളെ ടീച്ചേഴ്സ്. അതുപോലെ നിങ്ങളുടെ കൂടെ വർക്ക് ചെയ്യുന്നവർക്ക് ചിലപ്പോൾ നിങ്ങളെക്കാൾ അറിവ് കൂടുതലായിരിക്കാം. പാരന്റ്സിന്, പിന്നെ ചില ടെക്നിക്കുകൾ, നമ്മുടെ ഇന്റർനെറ്റ് അല്ലെ, ചില ടൂളുകൾ, അതിനൊക്കെ നമ്മളെക്കാളും എന്താണ് അറിവുകൾ കൂടുതലാണ്. ഇപ്പൊ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ChatGPT, നമ്മുടെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, അതിനൊക്കെ നമ്മെക്കാളും എന്താണ് 10 മടങ്ങ് അറിവ് കൂടുതലാണ്. അവരെയൊക്കെയാണ് നമ്മൾ എന്ത് പറയുന്നത്? MKO, മോർ നോളജബിൾ ദാൻ അതേഴ്സ് എന്ന് വെച്ചാല് ഇപ്പൊ നിങ്ങളെക്കാൾ അല്ലെങ്കിൽ എന്നേക്കാൾ അല്ലെങ്കിൽ നമ്മളെക്കാൾ ആർക്കാണോ അറിവ് കൂടുതൽ അവരെ എല്ലാരെയും നമ്മൾ എന്ത് പറയും? MKO എന്ന് പറയും. അടുത്ത അദ്ദേഹത്തിന്റെ വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു തത്വം അല്ലെങ്കിൽ ഒരു ആശയമാണ് ZPD. എന്താണ് ZPD? ഒരുപാട് പ്രാവശ്യം പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ്. ZPD എന്ന ആശയം ആരുടേതാണ്? ZPD എന്ന ആശയം വൈഗോസ്കിയുടേതാണ്. സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെന്റ്. ZPDയുടെ പൂർണ്ണ രൂപം അല്ലെങ്കിൽ അബ്രിവേഷൻ എന്ന് പറയുന്നത് സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെന്റ്. മലയാളത്തിൽ പറയുന്നത് സമീപസ്ഥ വികാസ മണ്ഡലം. എന്താണ്? സമീപസ്ഥ വികാസ മണ്ഡലം. മലയാളത്തിൽ സമീപസ്ഥ വികാസ മണ്ഡലമാണ് ZPD അല്ലെങ്കിൽ സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെന്റ്. ഇതിന്റെ പൂർണ്ണ രൂപവും ചോദിച്ചിട്ടുണ്ടായിരുന്നു. അല്ലെങ്കിൽ ZPD എന്നത് ആരുടെ ആശയമാണ്, പിന്നെ എന്താണ് ZPD എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അത് ഞാൻ പറഞ്ഞു തരാം. അപ്പൊ ZPDയുടെ പൂർണ്ണ രൂപം സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെന്റ് അല്ലെങ്കിൽ സമീപസ്ഥ വികാസ മണ്ഡലം. അപ്പൊ ഇതിന് വേണ്ടിയിട്ട് ഞാനൊരു കഥ നിങ്ങൾക്ക് പറഞ്ഞുതരാം. നിങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കും. അപ്പൊ ഒരു അച്ഛനും അമ്മയ്ക്ക് 2 മക്കളുണ്ടായിരുന്നു. അപ്പം ഇവര് വെക്കേഷൻ ആയപ്പം എന്നും ഈ 2 ആൺമക്കളും അച്ഛനോട് ചോദിക്കും, അച്ഛാ ഞങ്ങൾ ഇതുവരെ കടല് കണ്ടിട്ടില്ല, അച്ഛാ ഒന്ന് കടല് കാണിക്കാമോ എന്ന് ഇവര് നിരന്തരം ചോദിക്കുമായിരുന്നു. അപ്പൊ അച്ഛന് ഒരു ദിവസം പറഞ്ഞു, ഞാൻ മക്കളെ നിങ്ങൾ ഇന്ന് ഉച്ചയ്ക്ക് ശേഷം റെഡി ആവുക, ഞാൻ നേരത്തെ ഓഫീസിൽ നിന്ന് നേരത്തെ വന്ന് നിങ്ങളെ കടല് കൊണ്ടുപോയി കാണിക്കാന്ന് പറയും. പക്ഷെ ഉച്ചയായപ്പോ നല്ല മഴയായിപ്പോയി. അപ്പൊ ഈ 2 മക്കൾക്കും ഭയങ്കര വിഷമമായി. എന്ത് ചെയ്യും, മഴയത്ത് കടലിൽ പോവാൻ പറ്റില്ലല്ലോ. അപ്പൊ അച്ഛനെ വിളിച്ചപ്പോ അച്ഛൻ പറഞ്ഞു, അയ്യോ മഴയായ എന്തായാലും കടലിൽ പോകാൻ പറ്റില്ല, കടലിലെ കാഴ്ചകളോ അല്ലെങ്കിൽ കടലിലെ വെള്ളത്തിലൊന്നും ഇറങ്ങാൻ പറ്റില്ല. അപ്പൊ ഈ 2 മക്കൾക്കും ഭയങ്കര വിഷമമായി. അവര് ഭയങ്കര വിഷമിച്ച് അങ്ങനെ ഇരുന്നു. അപ്പൊ അച്ഛൻ പറഞ്ഞു, എന്തായാലും നിങ്ങൾക്ക് കടല് കാണാൻ പറ്റിയില്ലല്ലോ, നമ്മുടെ വീടിനടുത്ത് ഒരു കുളമുണ്ട്, നമുക്ക് കുളത്തിൽ പോയാലോ എന്ന് ചോദിച്ചു. അപ്പൊ മൂത്ത മകൻ പറഞ്ഞു, അച്ഛാ ഞാൻ വരുന്നില്ല, എനിക്ക് കുളം കാണാൻ ഇഷ്ടമില്ല എന്ന് പറഞ്ഞു. അപ്പൊ ശരി നീ എന്നാ വരണ്ട. ഇളയ മോൻ പറഞ്ഞു, അച്ഛാ നമുക്ക് എന്ത് ചെയ്യാം, കുളം കാണാൻ പോകാന്ന് പറഞ്ഞു. അങ്ങനെ ഈ അച്ഛനും മകനുമായിട്ട് എന്ത് കാണാൻ പോവുകയാണ്? നിങ്ങൾക്കറിയാലോ കുളം എന്ന് പറഞ്ഞാല് അല്ലേ, കുറച്ച് കുളത്തിൽ എന്ത് കാണും? കുറച്ച് പടികൾ കാണും അല്ലേ, സ്റ്റെപ്പ് അല്ലേ, 1-2 സ്റ്റെപ്പ്. അത് കഴിഞ്ഞ് എന്താണ്, വെള്ളവും ആയിരിക്കും. അപ്പം ഈ അച്ഛനും മകനും കൂടെ എന്ത് ചെയ്യുന്നു, കുളം കാണാൻ കരുതി 2 പേരും കൂടെ വളരെ സന്തോഷത്തോടുകൂടെ വരെയാണ്. ഇതിപ്പം ഇതിലായോണ്ട് പിക്ചർ വരയ്ക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടാ. ഓക്കെ, അച്ഛനും മകനും കൂടെ വരെ സ്വാഭാവികമായിട്ട് കുളത്തിന്റെ അടുത്ത് എത്തുമ്പോ എന്തായിരിക്കും ചെയ്യുന്നത്? എന്ത് ചെയ്യും? അച്ഛനും മകനും കൈയും പിടിച്ചാണ് വരുന്നത്. അപ്പം കൊച്ചു കുട്ടികളെ നിങ്ങൾക്ക് അറിയാലോ, കുളത്തിന്റെ അല്ലെങ്കിൽ കടലിന്റെ ഒക്കെ അടുത്തെത്തുമ്പോ ഇവരെന്ത് ചെയ്യും? നമ്മുടെ കയ്യെ അങ്ങനെ ഓക്കെ വെരി ഗുഡ്. അപ്പം ഈ കുഞ്ഞുകുട്ടി എന്ത് ചെയ്തു? അച്ഛന്റെ കയ്യെ തട്ടി മാറ്റിയിട്ട് ഓടി വന്ന് എന്ത് ചെയ്തു? ഈ കുളത്തിന്റെ ഇവിടെ ഈ കരയിൽ നിന്ന് എന്ത് ചെയ്തു? കുറച്ചു നേരം എന്ത് ചെയ്തു? പതുക്കെ
നോക്കി 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 അച്ഛനെയും നോക്കും കുളത്തെയും നോക്കും. എന്നിട്ട് എന്ത് ചെയ്യുന്നു? പതുക്കെ ഒരു സ്റ്റെപ്പ് ഇറങ്ങി, പതുക്കെ അടുത്ത സ്റ്റെപ്പ് ഇറങ്ങി, അങ്ങനെ 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 പതുക്കെ പതുക്കെ കുറച്ച് ദൂരം എന്ത് ചെയ്തു? ആ കുട്ടി എന്ത് ചെയ്തു? കുട്ടി വന്നിട്ട് ഇവിടെ നിന്നതിന് ശേഷം അങ്ങോട്ട് കുറച്ച് ആഴത്തിലോട്ട് അല്ലെങ്കിൽ അടുത്ത ദൂരത്തിലോട്ട് പോകാൻ ഭയങ്കര പേടി, ഭയങ്കര ബുദ്ധിമുട്ട്, വിഷമം. അപ്പൊ ഈ കുഞ്ഞെന്ത് ചെയ്യും? അച്ഛ ഓടിങ് വന്നേ 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 എന്ന് വിളിച്ചിട്ട് അച്ഛനെ വിളിച്ചിട്ട്, അച്ഛ എന്റെ കൂടെ വരുമോ എന്ന് വെച്ചാൽ അച്ഛന്റെ കൈയും പിടിച്ച് എന്ത് ചെയ്തു? കുറച്ച് ദൂരം ഈ രണ്ടുപേരുമായിട്ടാണ്, അച്ഛനും മോനും കൂടെയാണ്. പിക്ചർ വരയ്ക്കാൻ ബുദ്ധിമുട്ടാണ്, രണ്ടുപേര് അങ്ങനെ നിങ്ങൾ ഓർത്തിരുന്നാൽ മതി. ഇവർ രണ്ടുപേരും കൂടെ ഇത്രയും ദൂരം വരെ വന്നതിന് ശേഷം അച്ഛൻ പറയാണ്, മോനെ ഇനി അടുത്ത ദൂരത്തിലോട്ട് നമുക്ക് പോയാൽ എന്താണ് സംഭവിക്കുന്നത്? അവിടെ ഭയങ്കര അഗാധമായ ഗർത്തങ്ങളും ഇതുപോലെ ഈ മഡ് ചളിയൊക്കെ അവിടെ ഇഷ്ടം പോലെ ഉണ്ടാകും. അതുകൊണ്ട് നമുക്കിനി അങ്ങോട്ട് എന്ന് പറഞ്ഞു. അപ്പം മോൻ എന്ത് ചെയ്തു? ശരി അച്ഛാ നമുക്ക് എന്ന് പറഞ്ഞു. അപ്പം ഈ ആദ്യത്തെ കുറച്ച് സ്ഥലം വരെ കുട്ടി എങ്ങനെയാണ് വന്നത്? സ്വയം അല്ലേ? ആരുടെയും സഹായമില്ലാതെ കുട്ടി എന്ത് ചെയ്യുന്നു? സ്വയം എത്തിച്ചേർന്ന മേഖലയാണ് നമ്മൾ ഇവിടെ പറയുന്നത് കറണ്ട് എബിലിറ്റി ലെവൽ എന്നാണ് പറയുന്നത്. എന്താണ് കറണ്ട്? ആരുടെയും സഹായമില്ലാതെ, പിന്നെ പാരന്റ്സിന്റെ സഹായമോ ടീച്ചേഴ്സിന്റെ സഹായമോ അല്ലെങ്കിൽ ഇന്റർനെറ്റോ ഇല്ലാതെ കുട്ടി എത്തിച്ചേർന്ന മേഖലയെ പറയുന്നതാണ് കറണ്ട് എബിലിറ്റി ലെവൽ എന്ന് പറയുന്നത്. കറണ്ട് എബിലിറ്റി ലെവൽ. അടുത്ത് ആരുടെയെങ്കിലും സഹായത്തോടു കൂടി, ആരുടെയെങ്കിലും എന്ന് പറഞ്ഞാൽ ഇവിടെ ആരുടെ സഹായത്തോടു കൂടിയാണ് കുറച്ച് ദൂരം വരെ പോയത്? അച്ഛന്റെ. നമ്മുടെ വൈഗോസ്കി പറഞ്ഞത് MKOയുടെ സഹായത്തോടു കൂടി എന്ന് വെച്ചാല് നമ്മെക്കാളും അറിവ് കൂടിയവരുടെ സഹായത്തോടു കൂടി നമുക്ക് എത്തിച്ചേരാൻ പറ്റുന്ന ഏറ്റവും ഉയർന്ന മേഖലയാണ് എന്ത് പറയുന്നത്? മനസ്സിലായോ? നിങ്ങൾക്ക് ഈ കഥ പറഞ്ഞപ്പോ മനസ്സിലായോ? ഹലോ, ഏത് സാഹചര്യത്തിലായാലും നിങ്ങൾ ZPD എന്ന് ചോദിച്ചാല് പെട്ടെന്ന് ഓർമ്മ നിൽക്കണം. ആരുടെയെങ്കിലും സഹായത്തോടു കൂടി നമുക്ക് എത്തിച്ചേരാവുന്ന ഏറ്റവും ഉയർന്ന മേഖല. ആരുടെയെങ്കിലും മീൻസ് ഇവിടെ എന്താണ്? MKO. നമ്മെക്കാളും അറിവ് കൂടിയ ആരുടെയെങ്കിലും സഹായത്തോടു കൂടി നമുക്ക് എത്തിച്ചേരാൻ പറ്റാവുന്ന ഏറ്റവും ഉയർന്ന മേഖലയാണ് എന്ത് പറയുന്നത്? സമീപസ്ഥ വികാസ മണ്ഡല അല്ലെങ്കിൽ ZPD എന്ന് പറയുന്നത്. പിന്നെ എത്തിച്ചേരാ എന്ന് വെച്ചാൽ എത്തപ്പെടാൻ പറ്റാത്ത ചില കുട്ടികൾ ഭയങ്കരമായ ഹാർഡ് വർക്ക്, ഭയങ്കരമായിട്ട് ഇപ്പൊ ചിലവർക്ക് IPS അല്ലെങ്കിൽ IAS അല്ലെങ്കിൽ ഡോക്ടേഴ്സ്, എഞ്ചിനീയർ അല്ലെങ്കിൽ പ്രൈം മിനിസ്റ്റർ അങ്ങനെയൊക്കെ ആകണമെന്ന് ആഗ്രഹമുള്ള കുട്ടികൾ ഭയങ്കരമായിട്ട് ഹാർഡ് വർക്ക് ചെയ്ത് എത്തിച്ചേരുന്ന മേഖലയാണ് പൊട്ടൻഷ്യൽ എബിലിറ്റി ലെവൽ. എന്താണ് പൊട്ടൻഷ്യൽ എബിലിറ്റി? ഇപ്പൊ ഇവിടെ ഈ പൊട്ടൻഷ്യൽ എബിലിറ്റി ലെവലിലൊക്കെ എത്തിച്ചേരുന്നത് അപൂർവം കുട്ടികൾ മാത്രമേ ഉള്ളൂ. ഇതാണ് ZPD എന്ന് പറയുന്നത്. അപ്പൊ ഒരിക്കൽ കൂടെ പറഞ്ഞു തരാം. ZPDയുടെ സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെന്റ്. ആരോ മൈക്ക് ഓൺ ചെയ്തിട്ടിരിക്കുന്നത് ഓഫ് ചെയ്യണേ. ZPD എന്ന് പറഞ്ഞാൽ സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെന്റ്, സമീപസ്ഥ വികാസ മണ്ഡലം. അപ്പൊ ZPD എന്ന് പറഞ്ഞാൽ എന്താണ്? MKOയുടെ അല്ലെങ്കിൽ ആരുടെയെങ്കിലും സഹായത്തോടു കൂടി ഒരു കുട്ടിക്ക് എത്തിച്ചേരപ്പെടാവുന്ന ഏറ്റവും ഉയർന്ന മേഖലയാണ് സമീപസ്ഥ വികാസ മണ്ഡലം എന്ന് പറയുന്നത്. ആരുടെയും സഹായമില്ലാതെ ഒരു കുട്ടി എത്തിച്ചേരുന്ന മേഖലയെ കറണ്ട് എബിലിറ്റി ലെവൽ എന്നും, അതുപോലെ ഒരു കുട്ടിക്ക് എത്തിച്ചേരാൻ പറ്റാത്ത മേഖലയാണ് പൊട്ടൻഷ്യൽ എബിലിറ്റി ലെവൽ. എന്നാൽ ചില കുട്ടികൾ സ്വന്തമായിട്ടുള്ള ഹാർഡ് വർക്കും മറ്റുള്ളവരുടെ ഹെൽപ്പും കൊണ്ട് എത്തിച്ചേരുന്നു കേട്ടോ. അവരെന്ന് വെച്ചാൽ ഭയങ്കരമായിട്ടുള്ള അംബിഷനും ഹാർഡ് വർക്കും ഉള്ള അപൂർവം ചിലവർ മാത്രമേ പൊട്ടൻഷ്യൽ എബിലിറ്റി ലെവലിലോട്ട് എത്തിച്ചേരുകയുള്ളൂ. ഓക്കെ.
അപ്പൊ ഇത് രണ്ടും മനസ്സിലായ എന്താണ് MKO, എന്താണ് ZPD? വളരെ പ്രധാനമാണ്. നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം. MKO എന്ന് പറഞ്ഞാൽ നമ്മെക്കാളും ആർക്കാണോ അറിവ് കൂടുതൽ അവരെയാണ് MKO എന്ന് പറയുന്നത്. ZPD എന്ന് പറഞ്ഞാൽ നമ്മുടെ MKOയുടെ സഹായത്തോടു കൂടി ഒരു കുട്ടിക്ക് എത്തിച്ചേരാപ്പെടാവുന്ന ഏറ്റവും ഉയർന്ന മേഖലയാണ് സമീപസ്ഥ വികാസ മണ്ഡലം അല്ലെങ്കിൽ സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെന്റ് എന്ന്. ഓക്കെ, അടുത്തതാണ് കൈത്താങ്. കൈത്താങ് എന്ന ആശയം. കൈത്താങ് എന്ന ആശയം നമ്മുടെ വൈഗോസ്കി കൂടുതൽ പ്രാധാന്യം നൽകി. ഒരു വ്യക്തിയെ തന്റെ കഴിവിന്റെ പരമാവധി ഉപയോഗിച്ച് മുന്നേറാൻ സഹായിക്കുന്ന വൈജ്ഞാനിക ഘടനയാണ് എന്ത് പറയുന്നത്? കൈത്താങ്. അപ്പൊ ഇവിടെ കൈത്താങ് എന്ന് പറയുന്നത് വേറെ ആരൊക്കെ ആയിരിക്കാം? ആർക്ക് പറയാം? ഞാൻ ഇത്രയും പഠിപ്പിച്ച മനസ്സിലായെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ പറയും. ഇവിടെ കൈത്താങ് എന്ന് പറയുന്നത് MKO ആണ് നമ്മൾ എന്ത് പറയുന്നത്? കൈത്താങ്. ഇപ്പൊ ഒരു വ്യക്തിയെ അവരുടെ പരമാവധി കഴിവിനനുസരിച്ച്, ഇപ്പൊ നിങ്ങളുടെ ക്ലാസ്സിലെ കുട്ടികളെ ചില കുട്ടികൾ നല്ല മിടുക്കരായിരിക്കും, പക്ഷെ പഠിക്കാൻ കുറച്ച് മടിയും അല്ലെങ്കിൽ എന്തെങ്കിലും ബുദ്ധിമുട്ട്, അവരെ ഒന്ന് നിങ്ങൾ എന്ത് ചെയ്യുക, സഹായിച്ച് അല്ലെങ്കിൽ അവരെ നിങ്ങളൊന്ന് ഫോഴ്സ് ചെയ്ത് അവരെ പരമാവധി അവരുടെ വൈജ്ഞാനിക എന്ന് വെച്ചാൽ അവർക്ക് മാർക്ക് അല്ലെങ്കിൽ അവർക്ക് റാങ്കോ നേടിക്കൊടുക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞാൽ അതിനെയാണ് എന്ത് പറയുന്നത്? കൈത്താങ്ങെന്ന് പറയുന്നത്. ഇപ്പൊ കൈത്താങ് എന്ന പദം ആദ്യമായിട്ട് ഉപയോഗിച്ചത് നമ്മുടെ ജെറോമസ് ബ്രൂണർ ആണ്. ഇത് കറക്റ്റായിട്ട് നോട്ട് ചെയ്ത് വെച്ചിരിക്കണം. കൈത്താങ് എന്ന പദം ആദ്യമായിട്ട് ഉപയോഗിച്ചത് ജെറോമസ് ബ്രൂണർ ആണ്. പക്ഷെ ബ്രൂണർ ഉപയോഗിച്ചതിന് ശേഷമാണ് നമ്മുടെ വൈഗോസ്കി കൈത്താങ് എന്ന പദത്തിന് പ്രാധാന്യം അല്ലെങ്കിൽ സ്കഫോൾഡിങ് എന്ന പദത്തിന് പ്രാധാന്യം നൽകിയത്. നമ്മുടെ കൈത്താങ്ങുന്നവരെ കൈത്താങ്ങുന്നവർ അല്ലെങ്കിൽ സ്കഫോൾഡർ എന്നാണ് പറയുന്നത്. സ്കഫോൾഡർ എന്ന് വെച്ചാൽ ടീച്ചേഴ്സ്, നമ്മൾക്കാളും അറിവ് കൂടിയവരെല്ലാം സ്കഫോൾഡേഴ്സ് ആണ്. അടുത്ത അദ്ദേഹം ഭാഷയ്ക്ക് പ്രാധാന്യം നൽകി. അടുത്ത അദ്ദേഹത്തിന്റെ കോൺട്രിബ്യൂഷൻ, സംഭാവനയാണ് ഭാഷ. അദ്ദേഹം ഭാഷയ്ക്ക് വളരെ പ്രാധാന്യം നൽകി. നമ്മൾ സാധാരണയായിട്ട് ഭാഷ എന്തിനാണ് ഉപയോഗിക്കുന്നത്? ആശയവിനിമയം ചെയ്യാനാണ് സാധാരണ ഉപയോഗിക്കുന്നത്. പക്ഷെ അദ്ദേഹം പറഞ്ഞത് ഭാഷ ആശയവിനിമയം നടത്തുന്നതിനും വികാസത്തിനും ആണ് ഉപയോഗിക്കുന്നതെന്ന് ആര് പറഞ്ഞു? വൈഗോസ്കി പറഞ്ഞു. ഭാഷ ആശയവിനിമയത്തിനും ഒരു കുട്ടിയുടെ ഡെവലപ്മെന്റിനും അല്ലെങ്കിൽ വികാസത്തിനും ഭാഷ ഉപയോഗിക്കുന്നുവെന്ന് ആര് പറഞ്ഞു? നമ്മുടെ വൈഗോസ്കി പറഞ്ഞു. എന്നിട്ട് അദ്ദേഹം ഭാഷയെ മൂന്നായിട്ട് തരംതിരിച്ചു. ബാഹ്യഭാഷയെന്നും പിന്നെ സ്വകാര്യ ഭാഷ അല്ലെങ്കിൽ പ്രൈവറ്റ് സ്പീച്ച് അല്ലെങ്കിൽ സ്വകാര്യ ഭാഷ എന്നാണ് പറയുന്നത്. സ്വകാര്യ ഭാഷയെന്നും ആന്തരിക ഭാഷയെന്നും ഭാഷയെ മൂന്നായിട്ട് അദ്ദേഹം തരംതിരിച്ചു. ഈ ബാഹ്യഭാഷ ഉപയോഗിക്കുന്നത് 2 വയസ്സിനകത്തുള്ള കുട്ടികളാണ്. 2 വയസ്സിനകത്തുള്ള കുട്ടികളാണ്. അവർക്ക് എന്തെങ്കിലുമൊക്കെ പറഞ്ഞു അവിടെ കറക്റ്റായിട്ട് ഭാഷയില്ല, നോ ലാംഗ്വേജ്. അതാണ് അവിടെ കറക്റ്റായിട്ടുള്ള ഭാഷയോ ഗ്രാമറോ അതൊന്നും ഉപയോഗിക്കുന്നില്ല. അവർക്ക് എന്താണ് വരുന്നത് ആ ഒരു ഇത് അവരെന്ത് ചെയ്യുന്നു? അവിടെ ഉപയോഗിക്കുന്നു. അതിനെയാണ് ബാഹ്യഭാഷ എന്ന് പറയുന്നത്. അടുത്ത പ്രൈവറ്റ് സ്പീച്ച് അല്ലെങ്കിൽ സ്വകാര്യ ഭാഷ എന്ന് പറഞ്ഞാല് 2 വയസ്സിന് മുകളിലുള്ള കുട്ടികൾ സംസാരിക്കുന്ന ഭാഷയാണ്. ഇപ്പൊ എന്തെങ്കിലും പിക്ചേഴ്സ് കണ്ടാല് അല്ലെങ്കിൽ പൂന്തോട്ടങ്ങളിൽ പൂന്തോട്ടത്തില് എന്ത് ചെയ്യുക? ചെന്ന് നിന്ന് പൂക്കളോട് സംസാരിക്കുക. അതുപോലെ എന്തെങ്കിലും കാര്യങ്ങൾ, ഇപ്പൊ പട്ടികളോട് ജീവികളോട് സംസാരിക്കുക, അതെല്ലാം പ്രൈവറ്റ് സ്പീച്ച്. അല്ലെങ്കിൽ വെറുതെ ഇരുന്ന് എന്തെങ്കിലും സംസാരിച്ചുകൊണ്ടിരിക്കുക. 2 വയസ്സിന് മുകളിലുള്ള കുട്ടികൾ ആരും സംസാരിക്കാനില്ലെങ്കിൽ അവർ മനസ്സിലല്ല, അവർ പുറത്ത് ഇങ്ങനെ എന്തെങ്കിലും സംസാരിച്ചുകൊണ്ടിരിക്കും. അതിനെയാണ് എന്ത് പറയുന്നത്? സ്വകാര്യ ഭാഷ അല്ലെങ്കിൽ പ്രൈവറ്റ് സ്പീച്ച് എന്ന് പറയുന്നത്. അടുത്ത ആന്തരിക ഭാഷ എന്ന് പറഞ്ഞാൽ 7 വയസ്സിന് മുകളിലുള്ള കുട്ടികൾ സംസാരിക്കുന്ന ഭാഷയാണ് ആന്തരിക ഭാഷ. എന്ന് വെച്ചാൽ അവിടെ ചിന്തിച്ചിട്ടേ എന്ത് ചെയ്യൂ? സംസാരിക്കും. ഇപ്പൊ ഒരു ടീച്ചർ എന്തെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെങ്കിൽ അത് അതിന്റെ ആൻസർ ചിന്തിച്ചിട്ടേ അത് പറയൂ. അല്ലെങ്കിൽ ടീച്ചറിനെ ഈ നിങ്ങൾക്കറിയാം നഴ്സറിയിലെ കുട്ടികൾ ടീച്ചറിനെ തെറി വിളിക്കും, ചിലപ്പോൾ ടീച്ചറിനെ അടിക്കും, ചിലപ്പം ടീച്ചറിനോട് ദേഷ്യപ്പെടും. പക്ഷെ 7 വയസ്സ് കഴിഞ്ഞാൽ കുട്ടികൾ എന്ത് ചെയ്യും? അതെല്ലാം അയ്യോ അത് ടീച്ചറാണ്, നമുക്ക് ടീച്ചറിന് അങ്ങനെ പറയാൻ പാടില്ല. അത്തരത്തിലുള്ള ചിന്ത അവിടെ വന്നു കഴിഞ്ഞു. ചിന്ത വരുമ്പോഴാണ് കറക്റ്റ് ഭാഷ വരുന്നു എന്നാണ് നമ്മുടെ വൈഗോസ്കി പറഞ്ഞത്. ചിന്തയിൽ നിന്നും ഭാഷ രൂപപ്പെടുന്നു എന്നും നമ്മുടെ വൈഗോസ്കി എന്ത് ചെയ്തു?
പറഞ്ഞു. അപ്പം അദ്ദേഹം പ്രാധാന്യം നൽകിയ 4 കാര്യങ്ങളാണ് MKO, ZPD, പിന്നെ കൈത്താങ് എന്ന ആശയം. കൈത്താങ് എന്ന പദം ആദ്യമായിട്ട് ഉപയോഗിച്ചത് ബ്രൂണറാണ്. ബ്രൂണർ ഉപയോഗിച്ചതിന് ശേഷമാണ് നമ്മുടെ ആരുപയോഗിച്ചത്, വൈഗോസ്കി ഉപയോഗിച്ചത്. പിന്നെ ഭാഷയ്ക്ക് അദ്ദേഹം പ്രാധാന്യം നൽകി. ആ ഭാഷയെ 3ആയിട്ട് തരംതിരിച്ച് ബാഹ്യ ഭാഷയെന്നും സ്വകാര്യ ഭാഷയെന്നും ആന്തരിക ഭാഷയെന്നും. എന്നിട്ട് അദ്ദേഹം ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകിയത് നമ്മുടെ ആന്തരിക ഭാഷയാണ്. നമ്മളെല്ലാവരും ഉപയോഗിക്കുന്ന ഭാഷയാണ് ആന്തരിക ഭാഷ എന്ന് പറയുന്നത്. മറ്റത് രണ്ടും, ബാഹ്യ ഭാഷ 2 വയസ്സിനകത്തുള്ള കുട്ടികളും, സ്വകാര്യ ഭാഷ അല്ലെങ്കിൽ പ്രൈവറ്റ് സ്പീച്ച് 2 വയസ്സ് കഴിഞ്ഞ കുട്ടികളും, ആന്തരിക ഭാഷ 7 വയസ്സിന് മുകളിലുള്ള കുട്ടികൾ സംസാരിക്കുന്ന ഭാഷയാണ് ആന്തരിക ഭാഷ. ഇനി നമുക്ക് പഠിക്കാനുള്ള ഈ തിയറി, നമ്മൾ എന്തിനാണ് ഈ വൈഗോസ്കിയുടെ തിയറിയൊക്കെ പഠിക്കുന്നത്? അപ്പോൾ അത് വിദ്യാഭ്യാസത്തിൽ അതിന്റെ പ്രാധാന്യം എന്ത്, അതാണ് നമുക്ക് ഏറ്റവും കൂടുതലായിട്ട് വേണ്ടത്. അത് നിങ്ങൾ ഓർത്ത് വെക്കുക. നമ്മൾ ഈ ഓരോ തിയറി പഠിക്കുമ്പോൾ അത് വിദ്യാഭ്യാസത്തിൽ എന്താണ് അത് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ അതിന്റെ വിദ്യാഭ്യാസത്തിന്റെ പ്രാധാന്യം എന്താണ്? ഒന്നാമത്തത്, ഒരു വ്യക്തിയുടെ വൈജ്ഞാനിക പഠനം അല്ലെങ്കിൽ വികാസം നടക്കുന്നത് മറ്റുള്ളവരുമായി ഇടപഴകുന്നതിന് മൂലമാണ്. നിങ്ങൾക്കറിയാം, ഇപ്പൊ ഒരു പാരന്റ്സിന് ഇപ്പൊ ഒരു കുഞ്ഞാണുള്ളതെങ്കിൽ ആ കുട്ടി എന്ത് ചെയ്യും? പതുക്കെ, എന്ന് വെച്ചാല് കുറച്ച് ലേറ്റ് ആവും സംസാരിക്കാനും, കുറച്ച് ആക്റ്റീവ് ആവാനും. പക്ഷെ വേറൊരു കുഞ്ഞും കൂടെ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ 5-6 കുട്ടികൾ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും? അവർ തന്നെ എന്ത് ചെയ്യും? പെട്ടെന്ന് ഭാഷ പഠിക്കും, പെട്ടെന്ന് സംസാരിക്കും, നല്ല ഹൈപ്പർ ആക്റ്റീവ് ആയിരിക്കും. അതാണ് പറയുന്നത്. അപ്പം വൈജ്ഞാനിക വികാസം നടക്കുന്നത് മറ്റുള്ള സമൂഹവുമായിട്ട് ഇടപഴകുന്നതിലൂടെ എന്നാണ് ആര് പറയുന്നത്? നമ്മുടെ വൈഗോസ്കി പറയുന്നത്. അതുകൊണ്ട് സ്കൂളുകളിൽ എപ്പോഴും എന്ത് ചെയ്യണം? ഒരു ഗ്രൂപ്പ് വർക്കുകൾ അല്ലെങ്കിൽ ഗ്രൂപ്പ് ആക്ടിവിറ്റികളൊക്കെ കൊടുക്കുമ്പോൾ കുട്ടികൾ എന്ത് ചെയ്യും? പെട്ടെന്ന് പഠിക്കും എന്നാണ് വൈഗോസ്കി പറഞ്ഞത്. അതാണ് സാമൂഹ്യ ജ്ഞാന നിർമ്മിതിവാദം നമ്മുടെ സ്കൂൾ സിലബസിൽ ഇപ്പോഴും ഉൾപ്പെടുത്തിയിട്ടുള്ളത്. പിന്നെ എപ്പോഴും പഠന പ്രവർത്തനം സഹകരണാത്മക പഠനവും സഹവർത്തിത പഠനവും വഴിയാണ് നടത്തേണ്ടതെന്നാണ് വൈഗോസ്കി പറയുന്നത്. ഇപ്പൊ നമുക്ക് ഒരു കുട്ടിക്ക് ഒരു പഠന പ്രവർത്തനം കൊടുക്കുമ്പോൾ നിങ്ങൾ ഒരു ഗ്രൂപ്പായിട്ട് പിന്നെ എന്ത് ചെയ്യുക? ഇരുത്തി ഒരു വർക്ക് കൊടുത്ത് അവർ പെട്ടെന്ന് എന്ത് ചെയ്യും? നല്ല ഇതായിട്ട്, നല്ല ക്വാളിറ്റി, നല്ല ഗുണമേന്മയുള്ള ഒരു പിന്നെ വർക്ക് അവരെന്ത് ചെയ്യും? ചെയ്തു തരും. പക്ഷെ ഒറ്റയ്ക്ക് ചെയ്യുന്നതിനേക്കാളും ഒരു ഗ്രൂപ്പായിട്ട് കൊടുക്കുമ്പോൾ എന്ത് ചെയ്യും? അവർ പെട്ടെന്ന് എല്ലാവരും നല്ല ആക്റ്റീവ് ആവും. അതുകൊണ്ടാണ് പറയുന്നത്, പഠന പ്രവർത്തനം കൊടുക്കുമ്പോൾ എപ്പോഴും സഹകരണാത്മക പഠനവും സഹവർത്തിത പഠനവും. ഇതിനെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ അടുത്ത ക്ലാസ്സുകളിൽ എന്താണ് സഹകരണാത്മക പഠനം, എന്താണ് സഹവർത്തിത പഠനം എന്ന് പറഞ്ഞു തരാം. കോപ്പറേറ്റീവ് ലേണിങ്ങും കൊളാബറേറ്റീവ് ലേണിംഗ് ആണ്. കോപ്പറേറ്റീവ് ലേണിംഗ് എന്ന് പറഞ്ഞാൽ സെയിം ഏജ് ഗ്രൂപ്പുള്ള കുറച്ച് കുട്ടികൾ ഒരുമിച്ചിരുന്ന് ഒരു വിഷയം അല്ലെങ്കിൽ ഒരു പ്രോജക്റ്റോ ഒരു അസൈൻമെന്റോ ഒരുമിച്ച് ഡിസ്കസ് ചെയ്യുന്നതാണ് സഹകരണാത്മകം. സഹവർത്തിതം എന്ന് പറഞ്ഞാൽ ഡിഫറെന്റ് ഏജ് ഗ്രൂപ്പിലുള്ള കുട്ടികൾ, അവിടെ ടീച്ചേഴ്സിന് വലിയ റോളൊന്നുമില്ല. മറ്റിടത്താണെങ്കിൽ ടീച്ചേഴ്സ് എന്ത് ചെയ്യും? ഒന്ന് മോണിറ്റർ ചെയ്യും. മറ്റേ സഹവർത്തിത പഠനത്തില് ടീച്ചേഴ്സ് അങ്ങനെ മോണിറ്റർ ചെയ്യാ ഒന്നുമില്ല. അവര് തന്നെ സ്വയം കണ്ടെത്തി ഓരോന്ന് നോക്കി ഓരോരുത്തര് ഡിസ്കസ് ചെയ്തിട്ട് അതിനെ വന്ന് എന്ത് ചെയ്യും? പ്രസന്റ് ചെയ്യുന്നതൊക്കെയാണ് സഹവർത്തിത. അത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. പിന്നെ വൈജ്ഞാനിക വികാസം നടക്കണമെങ്കിൽ അധ്യാപകൻ ആരായിരിക്കണം? സ്കഫോൾഡർ അല്ലെങ്കിൽ കൈത്താങ്ങുന്നവർ, അല്ലെങ്കിൽ ഒരു എന്താണ് പിന്നെ ഒരു ഗൈഡായിട്ട് മാത്രമേ നിൽക്കാവൂ. അല്ലാതെ കുട്ടിയെ സ്പൂൺ ഫീഡ് ചെയ്ത് എല്ലാം പഠിപ്പിച്ചങ്ങ് വായിൽ ഉരുട്ടി വെച്ച് കൊടുക്കുകയല്ല ചെയ്യേണ്ടത്. വെറും ഒരു ഉദാഹരണമോ അല്ലെങ്കിൽ ഒരു ടോപ്പിക്കോ കൊടുത്തിട്ട് തന്നെ ചെയ്യാൻ പറയുക. അധ്യാപകൻ ഒരു കൈത്താങ്, ഒരു ഹെൽപ്പ് മാത്രം ചെയ്തു കൊടുക്കുക, അല്ലെങ്കിൽ ഒരു സപ്പോർട്ട് മാത്രം ചെയ്തു കൊടുക്കുക. പിന്നെ സാംസ്കാരിക ഉപകരണങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ ഇപ്പോഴത്തെ സാംസ്കാരിക ഉപകരണങ്ങൾ എന്ന് വെച്ചാൽ നമ്മുടെ ഇന്റർനെറ്റ് ഫെസിലിറ്റി, അതുപോലെ സോഷ്യൽ മീഡിയാസ്, അതുപോലെ സാംസ്കാരികമായിട്ടുള്ള ചില ചുറ്റുപാടുകൾ, ചില കൾച്ചർ, അതൊക്കെ കുട്ടികളുടെ വൈജ്ഞാനിക വികാസത്തെ ത്വരിതപ്പെടുത്തുന്നു എന്നാണ് ആര് പറഞ്ഞത്? നമ്മുടെ വൈഗോസ്കി പറഞ്ഞത്. പിന്നെ എപ്പോഴും എക്സ്പീരിയൻഷ്യൽ ലേണിംഗ്, അനുഭവാധിഷ്ഠിത പഠനം എന്ന് വെച്ചാല് നമ്മുടെ ഒരു കുട്ടിയെ അനുഭവിച്ച്, ഇപ്പൊ ഒരു ടൂർ പ്രോഗ്രാം അല്ലെങ്കിൽ എന്താണ് ഒരു ടൂറ്, ഇപ്പം
ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പൊ എന്താണ് ഭൂകമ്പം എങ്ങനെ ഉണ്ടാകുന്നു എന്ന് ഇപ്പം എന്താണ് ഒരു എക്സ്പെരിമെന്റ് കാണിച്ചു കൊടുത്ത് എന്ത് ചെയ്യുക, കുട്ടിയെ പഠിപ്പിക്കുക. അപ്പൊ കുട്ടി അനുഭവത്തിൽ നിന്ന് എന്ത് ചെയ്യുന്നു, പഠിക്കുന്നു. പിന്നെ പ്രതിക്രിയ, റെസിപ്രോക്കൽ ടീച്ചിങ് എന്ന് പറഞ്ഞാല് ഇപ്പൊ ഒരു ക്ലാസ്സിൽ എന്നും ഒരു അധ്യാപിക പഠിപ്പിക്കാതെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി എന്ത് ചെയ്യുക. ചില അധ്യാപകർക്ക് മാത്സ് നന്നായിട്ട് അറിയായിരിക്കും, ചില അധ്യാപകർക്ക് ഇപ്പൊ പിന്നെ മലയാളം ആയിരിക്കും നല്ലത്. അപ്പം അവരെന്ത് ചെയ്യുക, നിങ്ങൾക്ക് അറിയാം LP ക്ലാസ്സുകളിൽ ചിലപ്പം എല്ലാ സബ്ജക്റ്റും പഠിപ്പിക്കാൻ ഒരു ടീച്ചേഴ്സിനെ ആയിരിക്കും, അല്ലെങ്കിൽ ഒരു 3-4 സബ്ജക്റ്റ് ഒരു ടീച്ചേഴ്സിന് തരും. അപ്പൊ നിങ്ങൾക്ക് ചില സബ്ജക്റ്റ് നിങ്ങൾക്ക് നല്ല ഫ്ലുവന്റ് ആയിട്ടൊന്നും കുട്ടികളെ പഠിപ്പിക്കാൻ പറ്റിയില്ല എങ്കിൽ എന്ത് ചെയ്യുക, അത് നല്ല ഫ്ലുവന്റ് ആയിട്ട് പഠിപ്പിക്കുന്ന അധ്യാപിക അങ്ങോട്ടാക്കിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, വേറെ സബ്ജക്റ്റ് അവിടെ പഠിപ്പിക്കുക. അത് റെസിപ്രോക്കലാണ്. പരസ്പരം നല്ല ഫ്ലുവന്റ് ആയിട്ട് പഠിപ്പിക്കാൻ കഴിയുന്ന കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ആകുമ്പോൾ കുട്ടിക്ക് കുറച്ചുകൂടെ ഇതായിരിക്കും. അടുത്ത സംഘപഠനം, ഗ്രൂപ്പ് ലേണിംഗ്, ഒരുമിച്ച് അത് തന്നെ പറഞ്ഞ എന്താണ്, ഒരുമിച്ച് കുട്ടികളെ ഗ്രൂപ്പായിട്ട് ഇരുത്തി പഠിപ്പിക്കുക. ഇതിനെല്ലാം നമ്മുടെ വൈഗോസ്കി പ്രാധാന്യം നൽകി. എക്സാമിന് ചോദിച്ചതാണ് അനുഭവാധിഷ്ഠിത പഠനം, സംഘപഠനം, പ്രതിക്രിയ അധ്യാപനം, അതുപോലെ സഹകരണാത്മക പഠനം, എന്നിട്ട് വേറൊരു സ്വയം പഠനം. ഇവയിൽ ഏതാണ് വൈഗോസ്കിയുമായി ബന്ധപ്പെടാത്തത് എന്ന് ചോദിച്ചിട്ടുണ്ട്. ഏതാണ്? സ്വയം പഠനം. അപ്പൊ നിങ്ങൾ ഓർത്തിരിക്കേണ്ട, വൈഗോസ്കി എന്ന് പറയുമ്പം ഈ ഗ്രൂപ്പ് ലേണിങ്ങിനാണ് പ്രധാനം. ഒരുമിച്ചിരുന്ന് പഠിക്കുക, സമൂഹവുമായി ബന്ധപ്പെട്ട് പഠിക്കുക, സാംസ്കാരികമായി ബന്ധപ്പെട്ട് പഠിക്കുക, പിന്നെ നമ്മുടെ മറ്റുള്ളവരിൽ നിന്ന് അറിവ് നേടുക. അതൊക്കെയാണ്. ഇത്രയും 3 കാര്യങ്ങൾ നിങ്ങൾ ഓർത്തിരുന്നാൽ മതി. സമൂഹവുമായിട്ട് പഠിക്കുക, പിന്നെ അനുഭവങ്ങളിലൂടെ പഠിക്കുക, പിന്നെ അതുപോലെ തന്നെ ആരെങ്കിലും സഹായിച്ച് പഠിക്കുക, സാംസ്കാരിക ഉപകരണങ്ങൾ വഴി പഠിക്കുക. ഇതെല്ലാത്തിനുമാണ് ആര് പ്രാധാന്യം നൽകിയത്? ആര് പ്രാധാന്യം നൽകി? വൈഗോസ്കി. അപ്പൊ ഇത്രയേ ഉള്ളൂ. വൈഗോസ്കിയുടെ തിയറി കഴിഞ്ഞു. ഇത്രയുമാണ്. വൈഗോസ്കിയുടെ എന്ത് കാര്യങ്ങൾ ചോദിച്ചാലും ഇതിനെ ബേസ് ചെയ്താണ് ചോദിക്കുന്നത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള തിയറിയാണ്, പക്ഷെ അത്രത്തോളം പ്രാധാന്യവുമാണ്. ഒരു 2 മാർക്കിനെങ്കിലും നിങ്ങൾക്ക് ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരാം. അത്ര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു തിയറിയാണ് നമ്മുടെ എന്താണ് സാമൂഹ്യ ജ്ഞാന നിർമ്മിതിവാദം, അല്ലെങ്കിൽ അതിനെ പറയുന്നതാണ് സാമൂഹിക സാംസ്കാരിക സിദ്ധാന്തം. ഇത് ഡെവലപ്പ് ചെയ്തത് വൈഗോസ്കിയാണ്. അദ്ദേഹത്തിന്റെ വളരെ പ്രശസ്തമായ ബുക്കിന്റെ പേരാണ് ചിന്തയും ഭാഷയും. ഓക്കെ, ഇത്രയും ക്ലിയർ ആയോ? ഇനി പറയണോ ഇനി? ഓക്കെ, നമുക്കിനി ഒരു ചെറിയൊരു തിയറി കൂടെ പഠിക്കാം, നമ്മുടെ നോം ചോംസ്കിയുടെ. കാരണം നമ്മുടെ വൈഗോസ്കിയും നോം ചോംസ്കിയും തമ്മിൽ കുറച്ച് എന്താണ് പിന്നെ സാമ്യങ്ങളുണ്ട്, ഒരു സിമിലാരിറ്റീസ് ഉണ്ട്. അപ്പൊ അത് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പൊ ഇത് പഠിച്ചു കഴിഞ്ഞാൽ അതുകൂടെ പഠിച്ചാൽ നിങ്ങൾക്ക് കുറച്ച് ഈസി ആയിരിക്കും. നോം ചോംസ്കിയെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? നോം ചോംസ്കി കേട്ടിട്ടുണ്ടോ? ആരാണ് നോം ചോംസ്കി എന്ന് പറയുന്നത്? ഭാഷാ വികാസ സിദ്ധാന്തത്തിന്റെ പിതാവാണ് ആര്? നമ്മുടെ നോം ചോംസ്കി. അദ്ദേഹം ഈ ഇടയ്ക്കാണ് എന്ത് ചെയ്തത്, അതോ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നു എന്ന് തോന്നുന്നു, ഇപ്പോഴും ജീവിച്ചിരിക്കുന്ന വളരെ പ്രശസ്തനായിട്ടുള്ള ഒരു ഭാഷാ വിദഗ്ധൻ, അല്ലെങ്കിൽ കുട്ടികളുടെ ഭാഷാ വികാസം എങ്ങനെ നടക്കുന്നു എന്ന് പഠിച്ച വളരെ പ്രശസ്തനായ ഒരു മനഃശാസ്ത്രജ്ഞനായിരുന്നു നമ്മുടെ നോം ചോംസ്കി. അപ്പൊ നോം ചോംസ്കിയുടെ ഭാഷാ സിദ്ധാന്തത്തിന്റെ പിതാവെന്ന പേരിലും, പിന്നെ നമ്മുടെ ആധുനിക ഭാഷയുടെ പിതാവെന്ന പേരിലും അദ്ദേഹത്തെ അറിയപ്പെടുന്നു. അപ്പൊ അദ്ദേഹത്തിന്റെ വളരെ പ്രശസ്തമായ ഒരു തിയറിയുടെ പേരാണ് ഭാഷാ വികാസ സിദ്ധാന്തം. അല്ലെങ്കിൽ തിയറി ഓഫ് ലാംഗ്വേജ് അക്വിസിഷൻ. ലാംഗ്വേജ് ഭാഷ എന്ന പേര് കേൾക്കുമ്പോഴേ നിങ്ങൾ ആദ്യം ആരെ ഓർക്കണം?
ചോംസ്കി. നോം ചോംസ്കി ഓർക്കണം. അത് കഴിഞ്ഞിട്ടാണ് നിങ്ങൾ ഓർക്കേണ്ടത് നമ്മുടെ വൈഗോസ്കി, ബ്രൂണർ, പിയാഷെ, ഇവരെല്ലാം ഭാഷയ്ക്ക് പ്രാധാന്യം നൽകി. പക്ഷെ ഭാഷയുടെ പിതാവ് എന്ന പേരിൽ അറിയപ്പെടുന്നത് നമ്മുടെ നോം ചോംസ്കിയാണ്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ നേരത്തെ പഠിച്ച നമ്മുടെ വൈഗോസ്കി ഭാഷയ്ക്ക് പ്രാധാന്യം നൽകി. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന ബ്രൂണർ പ്രാധാന്യം നൽകി, പിയാഷെയും ഭാഷയ്ക്ക് പ്രാധാന്യം നൽകി. പക്ഷേ ഭാഷയെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പഠിച്ചതും ഭാഷയുടെ വികാസത്തെ കുറിച്ചും കുട്ടികളിലെ ഭാഷാ വികാസം നടക്കുന്നതിനെ കുറിച്ചും പഠിച്ചത് നമ്മുടെ നോം ചോംസ്കിയാണ്. അതുകൊണ്ട് അദ്ദേഹത്തെ ആധുനിക ഭാഷയുടെ പിതാവ് എന്ന പേരിൽ അറിയപ്പെടുന്നു. എന്താണ്? അദ്ദേഹം ഒരു അമേരിക്കയിൽ ജനിച്ചു വളർന്ന ഒരു ഭാഷാ വിദഗ്ധനായിരുന്നു. അമേരിക്കയിൽ ജനിച്ചു വളർന്ന ഭാഷാ വിദഗ്ധനായിരുന്നു. പിന്നെ അദ്ദേഹം പറഞ്ഞതാണ് ചിന്തയിൽ നിന്നാണ് എന്ത് രൂപപ്പെടുന്നു എന്ന് പറഞ്ഞത്, ഭാഷ രൂപപ്പെടുന്നു എന്ന് പറയുന്നു. ചിന്തയിൽ നിന്നാണ്. നമ്മൾ ഓരോ കാര്യങ്ങളും തിങ്ക് ചെയ്യുമ്പോഴാണ്, അല്ലെങ്കിൽ നമ്മൾ ചിന്തിക്കുമ്പോഴാണ് ഭാഷ ഉണ്ടാകുന്നതെന്നാണ് നോം ചോംസ്കി പറയുന്നത്. അദ്ദേഹം അമേരിക്കൻ ബേസ്ഡ് ലിംഗ്വിസ്റ്റ് ആണ്, ഭാഷാ വിദഗ്ധനാണ്. അമേരിക്കയിൽ ജനിച്ചു വളർന്ന ഒരു ഭാഷാ വിദഗ്ധനാണ്. അദ്ദേഹത്തെ ആധുനിക ഭാഷയുടെ പിതാവ് എന്ന പേരിൽ അറിയപ്പെടുന്നു. അപ്പൊ അദ്ദേഹത്തെ ഫാദർ ഓഫ് മോഡേൺ ലിംഗ്വിസ്റ്റ്, ആധുനിക ഭാഷയുടെ പിതാവ് എന്ന പേരിൽ അറിയപ്പെടുന്നു. പിന്നെ അദ്ദേഹത്തിന്റെ വളരെ പ്രശസ്തമായ ഒരു ബുക്കിന്റെ പേരാണ് ലാംഗ്വേജ് ആൻഡ് മൈൻഡ്, ഭാഷയും മനസ്സും. അപ്പം നമ്മുടെ വൈഗോസ്കിയുടെ ബുക്കിന്റെ പേരെന്താണ്? ഭാഷയും ചിന്തയും. ഭാഷയും ചിന്തയും. അതെ, തെറ്റിക്കല്ലേ. നമ്മുടെ വൈഗോസ്കിയുടെ ബുക്കിന്റെ പേരാണ് ഭാഷയും ചിന്തയും. നോം ചോംസ്കിയുടെ ബുക്കിന്റെ പേരാണ് ഭാഷയും മനസ്സും. ഭാഷയും മനസ്സും, ലാംഗ്വേജ് ആൻഡ് മൈൻഡ്. ഇനി നമുക്ക് നോം ചോംസ്കിയുടെ കുറച്ച് എഡ്യൂക്കേഷന് നൽകിയ സംഭാവനകൾ നോക്കാം. അദ്ദേഹം പറഞ്ഞു, നമ്മുടെ നോം ചോംസ്കി പറഞ്ഞു, എല്ലാ കുട്ടികളും ജനിച്ചു വീഴുമ്പോ തന്നെ ഭാഷ പഠിക്കാനുള്ള, ആരോ മൈക്ക് ഓൺ ചെയ്തിരിക്കുകയാണ്, ഒന്ന് ഓഫ് ചെയ്യണേ. ഓരോ കുട്ടിയും, നമ്മുടെ നോം ചോംസ്കി പറഞ്ഞതാണ്, ഓരോ കുട്ടിയും ജനിച്ചു വീഴുമ്പോ തന്നെ കുട്ടിക്ക് ഭാഷ പഠിക്കാനുള്ള ഒരു പ്രത്യേക ഉപകരണം അവരുടെ ബ്രെയിനിലുണ്ടെന്നാണ് പറഞ്ഞത്. ബ്രെയിനിലുണ്ട്. ഈ ഉപകരണത്തെയാണ് ലാഡ് അല്ലെങ്കിൽ LAD എന്ന് അദ്ദേഹം പറഞ്ഞത്. ലാംഗ്വേജ് അക്വിസിഷൻ ഡിവൈസ്. ലാഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ലാംഗ്വേജ് അക്വിസിഷൻ ഡിവൈസ്. അപ്പൊ എന്ന് വെച്ചാൽ ഓരോ കുട്ടിയും ജനിച്ചു വീഴും, നമ്മുടെ നോം ചോംസ്കി പറഞ്ഞതാണ്, എല്ലാ കുട്ടികളും ജനിച്ചു വീഴുമ്പം ഭാഷ കൈകാര്യം ചെയ്യാനുള്ള ഒരു ഉപകരണം അവരുടെ എവിടെയുണ്ട്? ബ്രെയിനിൽ. ഒരിക്കൽ എക്സാമിന് ചോദിച്ചതാണ്, ലാഡ് എവിടെ കാണപ്പെടുന്നു? എവിടെയാണ്? ബ്രെയിൻ അല്ലെങ്കിൽ തലച്ചോറ്, കേട്ടാ. ബ്രെയിനിൽ അല്ലെങ്കിൽ തലച്ചോറ് കാണപ്പെടുന്നത്, ലാഡ് കാണപ്പെടുന്നത് ബ്രെയിനിൽ അല്ലെങ്കിൽ തലച്ചോറാണ്. അപ്പം എല്ലാ കുട്ടികളും ജനിച്ചു വീഴുമ്പോൾ തന്നെ ഭാഷ കൈകാര്യം ചെയ്യാനുള്ള ഒരു ഉപകരണം അവരുടെ തലച്ചോറിൽ കാണപ്പെടുന്നു. ഇതിനെയാണ് എന്ത് പറയുന്നത്? ലാഡ്, ലാംഗ്വേജ് അക്വിസിഷൻ ഡിവൈസ്. അപ്പൊ ലാഡും ZPDയും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് മനസ്സിലായോ എല്ലാവർക്കും? ലാഡ് ആരുടെ സംഭാവനയാണ്? ലാഡ് ചോംസ്കി. എല്ലാരും മനസ്സിലാക്കി എന്ന് വിചാരിക്കുന്നു. തെറ്റിപ്പോവരുത്. ZPD നമ്മുടെ വൈഗോസ്കിയും, ലാഡ് LAD നോം ചോംസ്കി. ZPD എന്ന് വെച്ചാൽ സോണോ പ്രോക്സിമൽ ഡെവലപ്മെന്റ്, ലാഡ് എന്ന് പറഞ്ഞാൽ ലാംഗ്വേജ് അക്വിസിഷൻ ഡിവൈസ്. ഇനി നമുക്ക് അദ്ദേഹം പറഞ്ഞതാണ്, ഏത് കൾച്ചർ, ഏത് സംസ്കാരത്തിൽ വളർന്നാലും, ഇപ്പൊ നമ്മൾ ഈ ഇന്ത്യക്കാരനായാലും അമേരിക്കക്കാരനായാലും അല്ലെങ്കിൽ മറ്റേ ആഫ്രിക്കക്കാരായാലും അവരുടെ മക്കള് എല്ലാരും അവരുടെ ഏത് സംസ്കാരത്തിൽ വളർന്നാലും ഈ നമ്മുടെ ഭാഷാ വികാസം നടക്കുന്നത് ഒരേ സമയത്തിലും ഒരേ രൂപത്തിലുമാണ്. എന്ന് വെച്ചാല് ഇപ്പൊ ഇന്ത്യയിൽ ഒരു കുട്ടി, 1 വയസ്സായിട്ടുള്ള കുട്ടി എന്ത് ചെയ്യുന്നു? ചെറുതായിട്ട് സംസാരിച്ച് തുടങ്ങുന്നു. അതുപോലെ തന്നെയാണ് അമേരിക്കയിലുള്ള കുട്ടി, അതുപോലെ തന്നെയാണ് സൗത്ത് ആഫ്രിക്കയിലുള്ള കുട്ടി.
അപ്പൊ അവിടെ എന്താണ്, ഒരു ഡിഫറൻസും ഇല്ല. ഏത് രാജ്യത്തും ഏത് സംസ്കാരവും എവിടെ ആയാലും മനുഷ്യൻ എന്ന ജീവി എന്താണ്, അവരുടെ ഭാഷാ വികാസം നടക്കുന്നത് ഒരേ സമയത്തിലും ഒരേ രൂപത്തിലുമാണ്. അതുകൊണ്ട് അദ്ദേഹം ഭാഷയെ യൂണിവേഴ്സൽ ഗ്രാമർ സിസ്റ്റം അല്ലെങ്കിൽ സാർവത്രിക വ്യാകരണ സിദ്ധാന്തം എന്ന പേരിൽ വിളിച്ചു. സാർവത്രിക വ്യാകരണ സിദ്ധാന്തം അല്ലെങ്കിൽ യൂണിവേഴ്സൽ ഗ്രാമർ സിസ്റ്റം. ഇത് ഒരുപാട് പ്രാവശ്യം പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. നമുക്കറിയാം, ഏത് കുട്ടികൾ ഏത് രാജ്യത്തായാലും എന്താണ്, അവരുടെ ഭാഷ ഒരേ സമയത്താണ്. ഒരു 6 മാസം കഴിയുമ്പോൾ കുട്ടി എന്ത് ചെയ്യും, ചെറുതായിട്ട് എന്തെങ്കിലും വാക്കുകളും പദങ്ങളും എല്ലാം ഉപയോഗിച്ച് തുടങ്ങുന്നു. 1 വയസ്സാകുമ്പോൾ ചെറുതായിട്ട് എന്താണ്, ചെറിയ ചെറിയ പിന്നെ സെന്റൻസ് ആയില്ലെങ്കിലും വാക്കുകൾ സംസാരിച്ചു തുടങ്ങുന്നു. അത് ഏത് രാജ്യവും ഏത് സംസ്കാരവും എവിടെ ആയാലും ശരി, ഇപ്പൊ ഈ ലോകത്ത് എവിടെയായാലും ശരി, എല്ലാ കുട്ടികൾക്കും ഒരേ സമയത്താണ് ഭാഷാ വികാസം നടക്കുന്നത്. അതുകൊണ്ടാണ് അദ്ദേഹം ഭാഷയെ സാർവത്രിക വ്യാകരണ സിദ്ധാന്തം എന്ന പേരിൽ അറിയാം, അല്ലെങ്കിൽ യൂണിവേഴ്സൽ ഗ്രാമർ സിസ്റ്റം എന്ന പേരിൽ പറഞ്ഞത്. പിന്നെ നമ്മുടെ ഏജ് കൂടുന്നതിനനുസരിച്ച് ലാഡ് എന്ത് ചെയ്യുന്നു, കുറയുന്നു. ഇപ്പം ഒരു ഉദാഹരണം പറഞ്ഞുതരാം. ഇപ്പൊ നമുക്ക് ഇംഗ്ലീഷ് നല്ല ഫ്ലുവൻ്റ് ആയിട്ട് സംസാരിക്കണം, അല്ലെങ്കിൽ ഹിന്ദി അല്ലെങ്കിൽ ജപ്പാനീസ്, എന്തെങ്കിലും ഒരു ലാംഗ്വേജ് നമുക്ക് പഠിക്കണം. അപ്പോൾ നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും കൊണ്ട് ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ വിട്ടെന്ന് വെക്കുക, അല്ലെങ്കിൽ നിങ്ങൾ ഇൻസ്റ്റിറ്റ്യൂഷനിൽ പോയി. അപ്പൊ ആദ്യം ആരായിരിക്കും നിങ്ങളെക്കാളും പഠിച്ചെടുക്കുന്നത്? ആരായിരിക്കും? കുട്ടികൾ. എന്തുകൊണ്ടാണ്? ബ്രെയിൻ്റെ ഡെവലപ്മെന്റ് കൊണ്ട്. ബ്രെയിൻ്റെ ഡെവലപ്മെന്റ് അല്ല, ലാഡ് എന്ന് പറയുന്ന ഈ ലാംഗ്വേജ് അക്വിസിഷൻ ഡിവൈസ് നല്ല ഹൈ ആയിരിക്കും. ആർക്ക്? കൊച്ചു കുട്ടികൾക്ക്. പെട്ടെന്ന് ലാംഗ്വേജിനെ പഠിക്കാനുള്ള കഴിവ് ചെറിയ ഏജിൽ ഉണ്ടായിരിക്കും. പക്ഷെ പ്രായം കൂടുന്തോറും ഈ നമ്മുടെ ലാഡ് എന്ത് ചെയ്യും, കുറഞ്ഞു വരും. ആ ഭാഷാ വികാസം കുറയും. അതുകൊണ്ടാണ് നമ്മളെക്കാളും പെട്ടെന്ന് ലാംഗ്വേജ് എന്ത് ചെയ്യുന്നത്, കുഞ്ഞു കുട്ടികൾ എന്ത് ചെയ്യും, നമ്മളെക്കാളും പെട്ടെന്ന് പഠിക്കുന്നത് അതുകൊണ്ടാണ്. ഓക്കെ, അപ്പൊ ഏജ് കൂടുന്നതിനനുസരിച്ച് എന്ത് ചെയ്യുന്നു, ലാഡ് എന്ത് ചെയ്യുന്നു, കുറയുന്നു. ഓക്കെ, അപ്പൊ ഒന്നുകൂടെ പറഞ്ഞുതരാം. ഓരോ കുട്ടിയും ജനിച്ചു വീഴുമ്പോൾ തന്നെ ഭാഷ കൈകാര്യം ചെയ്യാനുള്ള ഒരു പ്രത്യേക ഉപകരണം എല്ലാവരുടെയും തലച്ചോറിൽ അല്ലെങ്കിൽ ബ്രെയിനിൽ കാണപ്പെടുന്നു. ഇതിനെയാണ് ലാഡ് അല്ലെങ്കിൽ ലാംഗ്വേജ് അക്വിസിഷൻ ഡിവൈസ് എന്ന് പറയുന്നത്. പിന്നെ ഏതൊരു സംസ്കാരത്തിലായാലും കുട്ടികളുടെ ഭാഷാ വികാസം നടക്കുന്നത് ഒരേ സമയത്ത് ഒരേ രൂപത്തിലുമാണ്. അതുകൊണ്ട് അദ്ദേഹം ഭാഷയെ യൂണിവേഴ്സൽ ഗ്രാമർ സിസ്റ്റം അല്ലെങ്കിൽ സാർവത്രിക വ്യാകരണ സിദ്ധാന്തം എന്ന പേരിൽ പറഞ്ഞു. പിന്നെ ഏജ് കൂടുന്നതനുസരിച്ച് ലാഡ് എന്ത് ചെയ്യും, കുറയും. എന്ന് വെച്ചാൽ ഭാഷാ വികാസം കുറയും. അപ്പൊ ഏജ് കുറയുമ്പോൾ ലാഡ് കൂടും അല്ലെ? കൊച്ചു കുട്ടികളിൽ ഈ ലാംഗ്വേജ് അക്വിസിഷൻ ഡിവൈസ് ഭയങ്കര ആക്റ്റീവ് ആയിരിക്കും. പക്ഷെ പ്രായമാകും തോറും അതിന്റെ സെൽസ് എന്ത് ചെയ്യും, ചുരുങ്ങി വരും. ഓക്കെ, ഇത്രയും ക്ലിയർ ആയോ? ഓക്കെ, അടുത്ത് നോം ചോംസ്കിയുടെ അഭിപ്രായത്തിൽ ഭാഷ എന്നാൽ വാക്യങ്ങളുടെ അനന്തമോ പരിമിതമോ ആയ കൂട്ടത്തെയാണ് അദ്ദേഹം എന്ത് ചെയ്തത്, ഭാഷ എന്ന് പറഞ്ഞത്. അപ്പം അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ, നോം ചോംസ്കിയുടെ അഭിപ്രായത്തില് ഭാഷ എന്ന് പറയുന്നത് അനന്തമോ അല്ലെങ്കിൽ പരിമിതമോ ആയ കൂട്ടമാണ് ഭാഷ എന്ന് അദ്ദേഹം പറഞ്ഞത്. എന്ന് വെച്ചാൽ നമുക്ക് ഒരിക്കലും പ്രവചിക്കാൻ പറ്റാത്ത ഇതാണ് ഭാഷ. ഓരോ ദിവസം പുതിയ പുതിയ വാക്കുകളും പുതിയ പുതിയ ആശയങ്ങളും എല്ലാം വന്നുകൊണ്ടിരിക്കുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. പിന്നെ നമ്മുടെ നോം ചോംസ്കി ഭാഷയെ 2ആയിട്ട് തരംതിരിച്ച്, ഭാഷയുടെ ഘടനയെ, സ്ട്രക്ചറിനെ, ഭാഷയ്ക്ക് 2 സ്ട്രക്ചർ അല്ലെങ്കിൽ ഘടനയുണ്ടെന്നാണ് പറയുന്നത്. ബാഹ്യഭാഷയെന്നും ആന്തരിക ഭാഷയെന്നും. എന്നാൽ നമ്മുടെ വൈഗോസ്കി എത്രയായിട്ടാണ് തരംതിരിച്ചത്? 3ആയിട്ട്. എന്താണ്? ബാഹ്യഭാഷ, സ്വകാര്യ ഭാഷ, ആന്തരിക ഭാഷ. എന്നാൽ നോം ചോംസ്കി ഭാഷയുടെ ഘടന, ഭാഷയ്ക്ക് 2 തരത്തിലുള്ള സ്ട്രക്ചർ ഉണ്ടെന്നാണ് പറഞ്ഞത്. ബാഹ്യഭാഷാ ഘടനയും ആന്തരിക ഭാഷാ ഘടനയും. ബാഹ്യഭാഷാ ഘടന എന്ന് വെച്ചാൽ ജനനം മുതൽ 6 വയസ്സ് വരെയുള്ള കുട്ടികൾ ഉപയോഗിക്കുന്നത്. ഈ ബാഹ്യഭാഷാ ഘടന എന്ന് പറഞ്ഞാൽ
ഈ 6 വയസ്സിനകത്തുള്ള കുട്ടികൾ എന്ത് ചെയ്യും? കറക്റ്റ് ഗ്രാമറോ അല്ലെങ്കിൽ ടെൻസുകളോ അല്ലെങ്കിൽ കാലങ്ങളോ അതൊന്നും ഉപയോഗിക്കാതെ അവർക്ക് മനസ്സിൽ എന്താണ് തോന്നുന്നത് അതെന്ത് ചെയ്യും? സംസാരിച്ചു കൊണ്ടേയിരിക്കും. ഇപ്പൊ ചില കുട്ടികൾ പറയുമല്ലോ, നാളെ വന്നു അല്ലേ, ഇത് അവർക്ക്. അപ്പൊ നമ്മൾ മനസ്സിലാക്കിക്കൊള്ളണം, നാളെ വന്നു എന്ന് പറയുമ്പോൾ നാളെ വരുമെന്നായിരിക്കും ഉദ്ദേശിച്ചത്, അല്ലെങ്കിൽ ഇന്നലെ വന്നു എന്നായിരിക്കും. അപ്പൊ കുട്ടിക്ക് എന്താണ് അവിടെ ഗ്രാമർ യൂസ് ചെയ്യാനുള്ള ബുദ്ധിമുട്ട് കൊണ്ടാണ്. അപ്പൊ ആ 6 വയസ്സിന് താഴെയുള്ള കുട്ടികളാണ് ബാഹ്യഭാഷ ഉപയോഗിക്കുന്നത്. പിന്നെ ആന്തരിക ഭാഷ ഡീപ് സ്ട്രക്ചർ, കറക്റ്റ് ഗ്രാമറും അതുപോലെ ഡബിൾ മീനിങ്സ്, ഒരു മീനിങ്ങിന് പകരം അടുത്ത മീനിങ് ഉപയോഗിക്കാനുള്ള കഴിവ്, അടുത്ത പദങ്ങൾ, അടുത്ത അർത്ഥങ്ങൾ അതിനെയാണ് ആന്തരിക ഭാഷ എന്ന് പറയുന്നത്. അത് 7+ ഏജും ആണ്, 7+7 വയസ്സിന് മുകളിലും ആണ്. അപ്പൊ നോം ചോംസ്കി ഭാഷയുടെ ഘടനയെ 2ആയിട്ട് തരംതിരിച്ചു. ഏതൊക്കെയാണ്? ബാഹ്യഭാഷയെന്നും ബാഹ്യഭാഷ ഘടനയും ആന്തരിക ഭാഷ. ഇതില് ആന്തരിക ഭാഷയ്ക്കാണ് അദ്ദേഹം പ്രാധാന്യം നൽകി. ആന്തരിക ഭാഷയിലാണ് നമ്മൾ കറക്റ്റ് ആയിട്ടുള്ള വ്യാകരണങ്ങളും അതുപോലെ അർത്ഥങ്ങളും എല്ലാം ഉപയോഗിക്കുന്നത്. 7 വയസ്സ് കഴിഞ്ഞിട്ട് ഉപയോഗിക്കുന്ന ഭാഷയാണ് ആന്തരിക ഭാഷ എന്ന് പറയുന്നത്. ബാഹ്യഭാഷയാണെങ്കിൽ നമ്മുടെ എന്താണ്, കുഞ്ഞു ജനനം മുതൽ 6 വയസ്സ് വരെയാണ്. അവിടെ ഗ്രാമറോ അർത്ഥങ്ങളോ ഒന്നുമില്ല. കുട്ടിയുടെ മനസ്സിൽ എന്ത് തോന്നുന്നു അത് എന്ത് ചെയ്യുന്നു? ഉപയോഗിക്കും. ആ ഭാഷയാണ് ബാഹ്യഭാഷ എന്ന് പറയുന്നത്. അപ്പൊ ഇതോടുകൂടി നമ്മുടെ കാര്യം നോം ചോംസ്കിയുടെ നമ്മളിന്ന് 2 ആരോ മൈക്ക് ഓൺ ചെയ്തിരിക്കുകയാണ്. പ്ലീസ്. ഓക്കെ. അപ്പൊ നോം ചോംസ്കിയുടെ അഭിപ്രായത്തിൽ ഭാഷയ്ക്ക് 2 സ്ട്രക്ചറാണുള്ളത്, സർഫസ് സ്ട്രക്ചറും ഡീപ് സ്ട്രക്ചറും. അതെന്താണെന്ന് മനസ്സിലാക്കിക്കൊള്ളുക. ഇത്രയാണ് നോം ചോംസ്കി. ഇതോടുകൂടെ നമ്മുടെ നോം ചോംസ്കിയുടെ തിയറിയും തീർന്നു. വളരെ ഈസി ആയിട്ടുള്ളതാണ്. അപ്പൊ നിങ്ങൾ ഇന്ന് തന്നെ നമ്മുടെ വൈഗോസ്കിയും നോം ചോംസ്കിയും തമ്മിലുള്ള ഡിഫറൻസ് നോക്കി വ്യക്തമായിട്ട് പഠിക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അടുത്ത ക്ലാസ്സിലോ അല്ലെങ്കിൽ സാറിനോ മെസ്സേജോ ചെയ്താൽ മതി. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ നിങ്ങൾക്ക് ഇന്ന് പഠിപ്പിച്ചതില്? ഇന്ന് പഠിപ്പിച്ച 2 ഇതിലും? ഓക്കെ, വളരെ ഈസി അല്ലേ? നിങ്ങൾ ഒന്നുകൂടെ ഒന്ന് നോക്കിയാൽ മതി കേട്ടാ. നോം ചോംസ്കിയുടെ ഒരിക്കൽ കൂടെ ജസ്റ്റ് ഒന്ന് പറഞ്ഞു തരാം. ഭാഷാ വികാസ സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവാണ് നോം ചോംസ്കി. അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ ചിന്തയിൽ നിന്നാണ് ഭാഷ രൂപപ്പെടുന്നത് എന്ന് പറഞ്ഞു. ആധുനിക ഭാഷാശാസ്ത്രത്തിന്റെ പിതാവെന്ന പേരിൽ അദ്ദേഹത്തെ അറിയപ്പെടുന്നു. അദ്ദേഹത്തിന്റെ വളരെ പ്രശസ്തമായ ഒരു ബുക്കിന്റെ പേരാണ് ഭാഷയും മനസ്സും. അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ ഓരോ കുട്ടിയും ജനിച്ചു വീഴുമ്പോൾ തന്നെ ഭാഷ കൈകാര്യം ചെയ്യാനുള്ള ഒരു പ്രത്യേക ഉപകരണം അവരുടെ ബ്രെയിനിലുണ്ട്. അപ്പം ഇതിനെയാണ് അദ്ദേഹം ലാഡ് അല്ലെങ്കിൽ LAD, ലാംഗ്വേജ് അക്വിസിഷൻ ഡിവൈസ് എന്നാണ് അദ്ദേഹം അതിനെ പറഞ്ഞത്. ഈ ലാഡ് കാണപ്പെടുന്നത് ബ്രെയിനിലാണ്. പിന്നെ അദ്ദേഹം പറഞ്ഞത് ഭാഷ വികാസം ഉണ്ടാകുന്നത് ഏതൊരു സംസ്കാരത്തിലായാലും ഒരേ സമയത്തിലും ഒരേ രൂപത്തിലും ഒരേ ഭാവത്തിലുമാണ് നടക്കുന്നത്. അതുകൊണ്ട് അദ്ദേഹം ഭാഷയെ സാർവത്രിക വ്യാകരണ സിദ്ധാന്തം എന്ന പേരിൽ പറഞ്ഞു. അപ്പൊ തെറ്റിക്കല്ലേ. ഏതൊരു സംസ്കാരം, ഞാൻ നേരത്തെ പറഞ്ഞു, ഏതൊരു സംസ്കാരവും ഏതൊരു രാജ്യത്തായാലും എല്ലാ കുട്ടികളുടെയും ഭാഷാ വികാസം ഒരേ സമയത്തും ഒരേ രീതിയിലും ഒരേ ഭാവത്തിലും ഒരേ രൂപത്തിലുമാണ് നടക്കുന്നത്. അതുകൊണ്ടാണ് അദ്ദേഹം ഭാഷയെ സാർവത്രിക വ്യാകരണ സിദ്ധാന്തം അല്ലെങ്കിൽ യൂണിവേഴ്സൽ ഗ്രാമർ സിസ്റ്റം എന്ന് പറഞ്ഞത്. പിന്നെ ഏജ് കൂടുന്നതനുസരിച്ച് നമ്മുടെ എന്ത് ചെയ്യും? ഈ ഉപകരണം ലാഡ്, ഭാഷ വികസിക്കുന്നതിനുള്ള ഉപകരണം എന്ത് ചെയ്യും? കുറയും. ഏജ് കുറഞ്ഞ കുട്ടികളിലാണ് ഭാഷാ വികാസം. പ്രധാനമായിട്ട് ഈ ഭാഷാ വികാസം 2 വയസ്സിനും 3 വയസ്സിനും ഇടയിലുള്ള കുട്ടികളിലാണ് ഏറ്റവും കൂടുതൽ എന്ത് കാണപ്പെടുന്നത്? ലാഡ് കാണപ്പെടുന്നത്. ഇപ്പൊ നിങ്ങൾക്കറിയാം, 2-3 വയസ്സിന് ഇടയിലുള്ള കുട്ടികളാണ് പെട്ടെന്ന് ഭാഷ പഠിക്കുന്നത്. ഒരു എത്ര ഭാഷ വേണോ ആ ഏജില് പാരന്റ്സ് പഠിപ്പിച്ചാൽ എന്ത് ചെയ്യും? അവര് പെട്ടെന്ന് പഠിക്കും. അപ്പം 2-3 വയസ്സിന് ഇടയിലാണ് അതിന്റെ പീക്ക് ടൈം എന്ന് വെച്ചാൽ ലാഡ് ഏറ്റവും കൂടുതൽ വികസിച്ച് നിൽക്കുന്നത് 2 വയസ്സിനും 3 വയസ്സിനും ഇടയിൽ ആണ്. അടുത്ത് നോം ചോംസ്കി നമ്മുടെ ഭാഷയുടെ ഘടനയെ 2ആയിട്ട് തരംതിരിച്ചു. ബാഹ്യഭാഷയെന്നും ആന്തരിക ഭാഷയെന്നും. ബാഹ്യഭാഷ എന്ന് വെച്ചാൽ ജനനം മുതൽ 6 വയസ്സ് വരെയുള്ള കുട്ടികളാണ് ഉപയോഗിക്കുന്നത്. വ്യക്തമായ വ്യാകരണങ്ങളോ
അല്ലെങ്കിൽ അർത്ഥങ്ങളോ ഒന്നുമില്ലാതെ കുട്ടികൾ പ്രയോഗിക്കുന്ന ഭാഷയാണ് ബാഹ്യഭാഷ. എന്നാൽ ആന്തരിക ഭാഷ 7 വയസ്സിന് മുകളിലുള്ള കുട്ടികൾ ഉപയോഗിക്കുന്നതാണ്. ചിന്തയിൽ നിന്ന് കറക്റ്റ് ചിന്തിച്ചാണ് ഭാഷ ഉപയോഗിക്കുന്നത്. അതുപോലെ വ്യക്തമായ വ്യാകരണങ്ങളും പിന്നെ അർത്ഥങ്ങളും ഉപയോഗിച്ചു കൊണ്ടുള്ള ഭാഷയാണ്, ഘടനയാണ് ആന്തരിക ഭാഷാ ഘടന എന്ന് പറയുന്നത്. ഓക്കെ, ഇത്രയും ക്ലിയർ ആയോ? ഓക്കെ മിസ്. ക്ലിയർ ആയി. ഇനി പറയണോ? ഇനി പറയണ്ട, മനസ്സിലായി. ഓക്കെ. ഇനി പറഞ്ഞ നിങ്ങൾക്ക് ബോറടിക്കുക. അപ്പൊ ഈ 2 തിയറിയാണ് ഞാൻ ഇന്ന് പഠിപ്പിച്ചത്. ഇപ്പൊ ടൈം നോക്കട്ടെ. ഇനി ഒരു 5 മിനിറ്റ് കൂടെ ഉണ്ട്. അപ്പൊ 5 മിനിറ്റിൽ ഞാൻ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യം കൂടെ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഒരു സിമ്പിൾ ആയിട്ടുള്ള കാര്യം, വൈജ്ഞാനിക പ്രക്രിയ അല്ലെങ്കിൽ കൊഗ്നിറ്റീവ് പ്രോസസ്സ് എന്താണെന്ന് നോക്കാം. എന്ന് വെച്ചാല് എന്താണ് സംവേദന, എന്താണ് പ്രത്യക്ഷണം, അല്ലെങ്കിൽ സെൻസേഷനും പെർസെപ്ഷനും തമ്മിലുള്ള ഡിഫറൻസ് മാത്രം പറഞ്ഞു എന്ന് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാം. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇതാണ് വൈജ്ഞാനിക പ്രക്രിയ അല്ലെങ്കിൽ കൊഗ്നിറ്റീവ് പ്രോസസ്സ്. എന്താണ് കൊഗ്നിറ്റീവ് പ്രോസസ്സ് എന്ന് വെച്ചാൽ നമുക്ക് ബാഹ്യലോകവുമായി സംവദിക്കാനും പിന്നെ നമ്മുടെ അനുഭവങ്ങളെ കുറിച്ച് പറയാനും സഹായിക്കുന്ന മാനസിക പ്രക്രിയകളെയാണ് നമ്മൾ വൈജ്ഞാനിക പ്രക്രിയ അല്ലെങ്കിൽ കൊഗ്നിറ്റീവ് പ്രോസസ്സ് എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് നമ്മുടെ അനുഭവങ്ങളെ അല്ലെങ്കിൽ നമ്മുടെ പിന്നെ അറിവുകളെ മറ്റുള്ളവരുമായിട്ട് പങ്കുവയ്ക്കാൻ പറ്റുന്ന ഒരു മാനസിക പ്രക്രിയയെ ആണ് നമ്മൾ എന്ത് പറയുന്നത്, വൈജ്ഞാനിക പ്രക്രിയ അല്ലെങ്കിൽ കൊഗ്നിറ്റീവ് പ്രോസസ്സ് എന്ന് പറയുന്നത്. അതിൽ പ്രധാനമായിട്ടുള്ള ഒന്നാണ് സംവേദനം. എന്താണ് സംവേദനം അല്ലെങ്കിൽ സെൻസേഷൻ? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നിങ്ങൾ കുഞ്ഞു ക്ലാസ്സിലേ പഠിച്ചിട്ടുള്ളതാണ്. നമുക്ക് 5 സെൻസ് ഓർഗൻ ഉണ്ട്. ആ സെൻസ് ഓർഗനിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് കിട്ടിയാലും അതിനെ എന്താണ് പറയുന്നത്, സംവേദനം എന്നാണ് പറയുന്നത്. ഇപ്പൊ ചുറ്റുപാടുകളിൽ നിന്ന് ഇന്ദ്രിയങ്ങൾ ഉപയോഗിച്ചു കൊണ്ടുള്ള അറിവ് നേടുന്നതിനെയാണ് എന്ത് പറയുന്നത്, സംവേദനം എന്ന് പറയുന്നത്. നമുക്കറിയാം, നമ്മൾ കുഞ്ഞു ക്ലാസ്സിലേ പഠിച്ചിട്ടുള്ളതാണ്. 5 സെൻസ് ഓർഗൻ ഉണ്ട്. ഏതൊക്കെയാണ്? മൂക്ക്, ചെവി, കണ്ണ്, നാക്ക്, ത്വക്ക്, അല്ലേ? 5 സെൻസ് ഓർഗൻ ആണ് ഉള്ളത്. അപ്പൊ നമുക്ക് മൂക്ക് എന്തിനാണ് ഉപയോഗിക്കുന്നത്? മണം അറിയാൻ. അപ്പൊ ഈ മൂക്ക് ഉപയോഗിച്ച് നമ്മൾ മണം പിടിച്ചെടുക്കുന്ന സെൻസേഷനെ പറയുന്നതാണ് ഓൾഫാക്ടറി സെൻസേഷൻ. വളരെ പ്രധാനമാണ്. നമ്മൾ മൂക്ക് ഉപയോഗിച്ച് പിന്നെ നോസ് ഉപയോഗിച്ചുള്ള സെൻസേഷനെ പറയുന്നതാണ്, അല്ലെങ്കിൽ മൂക്ക് ഉപയോഗിച്ചുള്ള സംവേദനത്തെ പറയുന്നതാണ് ഓൾഫാക്ടറി സെൻസേഷൻ. ചെവി എന്തിനാണ് ഉപയോഗിക്കുന്നത്? ശബ്ദം അറിയാൻ. അപ്പൊ ശബ്ദം അറിയാനുള്ള സംവേദനത്തെ പറയുന്നതാണ് ഓഡിറ്ററി സെൻസേഷൻ എന്ന് പറയും. പിന്നെ കണ്ണുപയോഗിക്കുന്നത് കാഴ്ചയ്ക്ക് വേണ്ടിയാണ്. അപ്പൊ കണ്ണുപയോഗിച്ചുള്ള സംവേദനത്തെ വിഷ്വൽ സെൻസേഷൻ എന്നാണ് പറയുന്നത്. അടുത്ത് നാക്ക്, നമുക്ക് രുചിയെ അറിയുന്നതിന് വേണ്ടിയാണ് നാക്ക് ഉപയോഗിക്കുന്നത്. നാക്ക് ഉപയോഗിച്ചിട്ടുള്ള സെൻസേഷനെ ഗസ്റ്റേറ്ററി സെൻസേഷൻ എന്നാണ് പറയുന്നത്. അടുത്ത് സ്കിന്ന്, ത്വക്ക്, നമുക്ക് സ്പർശന ശേഷിക്ക് വേണ്ടിയിട്ടാണ് ത്വക്ക് എന്ന സെൻസ് ഓർഗൻ ഉപയോഗിക്കുന്നത്. അപ്പൊ ത്വക്ക് ഉപയോഗിച്ചിട്ടുള്ള സംവേദനത്തെ ടാക്ടൈൽ സെൻസേഷൻ എന്നാണ് പറയുന്നത്. ഒരിക്കൽ എക്സാമിന് ചോദിച്ചിട്ടുണ്ടായിരുന്നു, എന്താണ് ടാക്ടൈൽ സെൻസേഷൻ, എന്താണ്? ഈ മലയാളത്തിൽ തന്നെയാണ് കൊടുത്തിരുന്നത്. ടാക്ടൈൽ സംവേദനം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. എന്താണ്? നമ്മുടെ ത്വക്ക് ഉപയോഗിച്ചിട്ടുള്ള സംവേദനത്തെയാണ് നമ്മൾ ടാക്ടൈൽ സെൻസേഷൻ. അപ്പൊ ഈ 5 കാര്യങ്ങൾ ഒന്ന് ജസ്റ്റ് ഒന്ന് നിങ്ങൾ നന്നായിട്ട് നോക്കി വെച്ചിരിക്കുക. നോസ്, മൂക്ക് ഉപയോഗിച്ചിട്ടുള്ളത് ഓൾഫാക്ടറി, ചെവി ഉപയോഗിച്ചിട്ട് ഓഡിറ്ററി, അത് ഈസിയാണ്. കണ്ണ് വിഷ്വൽ സെൻസേഷൻ, നാക്ക് ഗസ്റ്റേറ്ററി സെൻസേഷൻ ആണ്. പിന്നെ നമ്മുടെ സ്കിന്ന് അല്ലെങ്കിൽ ത്വക്ക് ഉപയോഗിച്ചിട്ടുള്ള ടാക്ടൈൽ സെൻസേഷൻ എന്ന് പറയുന്നത്. ഇനി നമ്മൾ ഇത്രയാണ് സെൻസേഷനിലുള്ളത്. അടുത്തിനി നമുക്ക് പഠിക്കേണ്ട പ്രത്യക്ഷണം. ഈ പ്രത്യക്ഷണം കൂടെ പഠിച്ചിട്ട് ഞാൻ ഉദാഹരണം പറഞ്ഞുതരാം. അപ്പൊ നിങ്ങൾക്ക് എന്താണ് സംവേദന, എന്താണ് പ്രത്യക്ഷണം എന്ന് മനസ്സിലാകും. ഓക്കെ, പ്രത്യക്ഷണം എന്ന് പറഞ്ഞാൽ ഇന്ദ്രിയങ്ങളിൽ കൂടി നേടിയ അറിവിനെ അർത്ഥപൂർണമാക്കുന്നതാണ് ഏത്? പ്രത്യക്ഷണം. ഇന്ദ്രിയങ്ങളിൽ കൂടി കിട്ടിയ അറിവിനെ അർത്ഥപൂർണമാക്കുന്നതാണ് പ്രത്യക്ഷണം. ഇനി ഞാൻ ഉദാഹരണം പറഞ്ഞു തരാം. ഇപ്പൊ നിങ്ങൾ ഒരു ഭയങ്കരമായിട്ടുള്ള സൗണ്ട് കേട്ടു, അതിനെയാണ് നമ്മൾ സംവേദനം എന്ന് പറയുന്നത്. ഒരു സൗണ്ട്, പക്ഷെ അത് എന്താണെന്ന് നമ്മൾ തിരിച്ചറിഞ്ഞില്ല.
പക്ഷേ നമ്മള് ശ്രദ്ധിച്ചപ്പോഴാണ് മനസ്സിലായത് അതൊരു ആക്സിഡന്റ് ആയിരുന്നു. മനസ്സിലായത്? എന്തോ ഒരു സൗണ്ട് കേട്ടു, അതിനെ സംവേദനം എന്ന് പറഞ്ഞു. എന്നിട്ട് ആ സൗണ്ട് ആക്സിഡന്റിന്റെ ഫലമായിട്ട് ഉണ്ടായത് ആണ് എന്ന് തിരിച്ചറിഞ്ഞതിനെയാണ് എന്ത് പറയുന്നത്? പ്രത്യക്ഷണം എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? ഇപ്പൊ നിങ്ങളുടെ കണ്ണിനെ മൂടി വെച്ചിട്ട് നിങ്ങളുടെ ഫ്രണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ പാരന്റ്സോ എന്ത് ചെയ്തു, നമുക്ക് കഴിക്കാനായിട്ട് ഇപ്പൊ ലഡു തന്നെന്ന് വെക്കാം. അപ്പൊ ലഡു നമ്മുടെ നാക്കിൽ വെച്ചപ്പോ എന്താണ്? നല്ല രുചി അല്ലേ? നല്ല രുചി നമ്മൾ അറിഞ്ഞു. അതിനെ നമുക്ക് സംവേദനം എന്ന് പറയാം. പക്ഷെ ലഡു ആണ് നമ്മൾ കഴിച്ചത് എന്ന് നമ്മൾ തിരിച്ചറിയുന്നതിനെയാണ് എന്ത് പറയുന്നത്? പ്രത്യക്ഷണം. ഇപ്പൊ നിങ്ങളുടെ ഏതെങ്കിലും ഒരു ഫ്രണ്ട് നിങ്ങളുടെ കയ്യിൽ ഒരു നമ്മുടെ ഇതല്ലേ സ്നെയിൽ അറിയാമോ? ഒച്ചിനെ കൊണ്ട് വെച്ച് തന്നു വെച്ചോ, കയ്യിൽ വെച്ച് തന്നു. അപ്പൊ നല്ല തണുപ്പ്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്തു? ആ തണുപ്പ് ഫീൽ ചെയ്തു. നിങ്ങൾക്ക് ഭയങ്കര ഒരു തണുപ്പ് ഒരു ഫീൽ ചെയ്തു. അല്ലെങ്കിൽ ഒരു ഐസ് വെച്ചെന്ന് വെച്ചോ, അപ്പൊ അത് ഫീൽ ചെയ്തതാണ് സംവേദനം. പിന്നെ നിങ്ങൾ അയ്യോ അതൊരു സ്നെയിൽ അല്ലെങ്കിൽ ഒച്ചാണെന്ന് നിങ്ങൾ തിരിച്ചറിഞ്ഞു. അതിനെയാണ് എന്ത് പറയുന്നത്? പ്രത്യക്ഷണം. ഇപ്പൊ ക്ലിയർ ആയോ? അപ്പൊ ആദ്യം ഏതായിരിക്കും, ഏത് വൈജ്ഞാനിക പ്രക്രിയ ആയിരിക്കും നടക്കുന്നത്? സംവേദനമാണോ പ്രത്യക്ഷനാണോ? സംവേദനം. അപ്പൊ തെറ്റിക്കല്, സംവേദന ശേഷമാണ് പ്രത്യക്ഷണം നടക്കുന്നത്. ക്ലിയർ ആയോ? സംവേദന ശേഷമാണ് എന്ത് നടക്കുന്നത്? അപ്പം ഈ രണ്ട് സംവേദന എന്താണ്? എന്താ മാം? പ്രത്യക്ഷണം കണ്ടു മനസ്സിലാക്കുക എന്നുള്ളതല്ലേ ഉദ്ദേശിക്കുന്നത്? കണ്ടല്ല, നമ്മൾ തിരിച്ചറിയുക. കണ്ട് മനസ്സിലാക്കാൻ. ഇപ്പൊ നമ്മൾ ആക്സിഡന്റ്, ഇപ്പൊ നിങ്ങൾ ഇടിവെട്ടി, എന്തോ ഒരു സൗണ്ട് കേട്ടു, പക്ഷെ അത് ഇടിവെട്ടിയാണെന്ന് നിങ്ങൾ എന്ത് ചെയ്യുന്നു? ബ്രെയിനിൽ നമ്മുടെ നെർവ് അല്ലെങ്കിൽ ബ്രെയിൻ സെൽസ് നമ്മുടെ ഇമ്പൽസിനെ കൊണ്ട് അവിടെ എത്തിക്കുമ്പോഴാണ് അത് ഇടിവെട്ടി എന്ന് നമുക്ക് മനസ്സിലാകുന്നത്. ബ്രെയിൻ തിരിച്ചറിയുന്നതാണ് ഒരു അറിവിനെ നമ്മൾ എന്താണെന്ന് തിരിച്ചറിയുന്നത്. ഇപ്പൊ കണ്ട് ഒന്നേ കാണാം അല്ലെങ്കിൽ അല്ലാതെ മനസ്സിലാക്കാം. ഇപ്പൊ നിങ്ങൾ കണ്ണ് മൂടി വെച്ച് പിന്നെ ഇപ്പൊ ടേസ്റ്റ് ചെയ്യാൻ എന്തെങ്കിലും തരുമ്പം അത് നിങ്ങൾ കാണുന്നില്ലല്ലോ. മനസ്സിലായി. കണ്ട് മനസ്സിലാക്കുന്നതല്ല, നമ്മൾ അത് എന്ത് സാധനമാണെന്ന് നമ്മൾ അനുഭവിച്ചറിയുന്നതാണ്. അനുഭവത്തിലൂടെ നമ്മൾ നേരത്തെ പഴയ എക്സ്പീരിയൻസിലൂടെ ഇന്ന കാര്യമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നതിനെയാണ് പ്രത്യക്ഷണം എന്ന് പറയുന്നത്. രണ്ട് ഇന്റർ കണക്റ്റഡ് ആണ്. പക്ഷെ സംവേദനം നടന്നാൽ മാത്രമേ എന്ത് നടക്കൂ? പ്രത്യക്ഷണം നടക്കൂ. അതാണ് അതിന്റെ പ്രത്യേകത. സംവേദനം നടന്നാൽ മാത്രമേ പ്രത്യക്ഷണം നടക്കൂ. അപ്പൊ നമ്മുടെ ചുറ്റുപാടിലെ കാര്യങ്ങൾ ഇന്ദ്രിയങ്ങൾ ഉപയോഗിച്ച് പിന്നെ മനസ്സിലാക്കുന്നതല്ല, നമ്മൾ കണ്ട് കേട്ട് ചെയ്യുന്നതാണ് സംവേദനം. പക്ഷെ അത് എന്താണ് എന്ന് തിരിച്ചറിയുന്നതിനെയാണ് എന്ത് പറയുന്നത്? പ്രത്യക്ഷണം എന്ന് പറയുന്നത്. അതാണ് അർത്ഥപൂർണമാക്കുന്നത്. നമുക്ക് കിട്ടിയ അറിവിനെ അർത്ഥപൂർണമാക്കുന്നതാണ് പ്രത്യക്ഷണം. സംവേദന ശേഷമാണ് എന്ത് നടക്കുന്നത്? പ്രത്യക്ഷണം നടക്കുന്നത്. അപ്പം കോഗ്നിറ്റീവ് പ്രോസസ്സ് രണ്ടെണ്ണമാണ് നിങ്ങൾക്ക് പ്രധാനമായിട്ട് പഠിക്കാനുള്ളത്. അതാണ് സംവേദനവും പ്രത്യക്ഷണവും. അപ്പൊ സംവേദനവും പ്രത്യക്ഷണവും തമ്മിലുള്ള ഡിഫറൻസ് മനസ്സിലാക്കി വെക്കുക. അതുപോലെ 5 സെൻസ് ഓർഗനിൽ നിന്നും കിട്ടുന്ന സംവേദനത്തെ പറയുന്ന പേര്. നമ്മുടെ മൂക്കിൽ നിന്ന് കിട്ടുന്നത് എന്താണ്? ഓൾഫാക്ടറി. ചെവിയിൽ നിന്ന് ഓഡിറ്ററി. കണ്ണിൽ നിന്ന് വിഷ്വൽ. നാക്കിൽ നിന്ന് ഗസ്റ്റേറ്ററി. അതുപോലെ സ്കിന്നിലാണെങ്കിൽ ടാക്ടൈൽ സ്കിന്നാണ് ഒരുപാട് പ്രാവശ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നത്. സ്കിന്നിൽ നിന്ന് കിട്ടുന്ന സംവേദനത്തെ ടാക്ടൈൽ സംവേദന അല്ലെങ്കിൽ ടാക്ടൈൽ സെൻസേഷൻ എന്നാണ് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആയോ? ഹലോ, ക്ലിയർ ആയി. ഇനി പറയണോ? ഓക്കെ മിസ്. ഓക്കെ, ബാക്കി ഇനി അടുത്ത ക്ലാസ്സിൽ എടുക്കാം. എല്ലാവർക്കും താങ്ക് യു. ഗുഡ് നൈറ്റ്. താങ്ക് യു ടീച്ചർ.